വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി 50 വർഷക്കാലം ക്നാനായ സമുദായത്തിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വന്ദ്യനായ റോയി മാത്യൂസ് കോർപ്പിസ്കോപ്പ അച്ഛൻ്റെ പൗരോഹിത്യ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. വളരെ വേഗം ഇതിൻ്റെ പ്രോഗ്രാമുകൾ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. മെറിറ്റ് അവാർഡ് ഉദ്ഘാടനം ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്ന ശ്രീമതി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് എത്രയും വേഗം പോകേണ്ടതുള്ളതുകൊണ്ട് പ്രോഗ്രാമുകൾ അതിൻ്റേതായ നിലയിൽ ക്രമീകരിക്കുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. അഭിനന്ദനായ സേവറിയോസ് തിരുമേനി എത്രയും വേഗം കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഭിനന്ദന തിരുമേനിയുടെ കടന്നു വന്നതിന് ശേഷം ആദ്യമേ തന്നെ ഉദ്ഘാടന കർമ്മം എത്രയും ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ ബഹുമാനപ്പെട്ട സഹകരണ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നതായിരിക്കും. അഭിനന്ദനായ കുര്യാക്കോസ് മാർ സേവറിയോസ് വലിയ മെത്രാപ്പോലീത്തായുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ഇവിടെ നടത്തപ്പെടുന്നത്. മറ്റൊരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് കടന്നു വരുവാൻ സാധ്യമാവുകയുള്ളൂ. ആയതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ക്രമീകരണം ചെയ്യേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എന്നുമുള്ളതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അഭിനന്ദിയ കുര്യാക്കോസ് മാർ സേവറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്കും ഈ ജൂബിലി ആഘോഷ സമ്മേളനത്തിലേക്കും സ്വാഗതം അരുളുകയാണ്. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുവാനായി കഴിയും, ക്നാനായ സമുദായവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും അദ്ദേഹം കടന്നു വന്ന് നമുക്ക് വേണ്ടതായ ഉത്ബോധനങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ക്നാനായ സമുദായത്തെയും മെത്രാപ്പോലീത്താമാരെയും ഒക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഏതാവശ്യങ്ങളിലും നാം വിളിക്കുമ്പോഴൊക്കെ കടന്നു വരുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ജില്ലയായ കോട്ടയം ജില്ലയിൽ എല്ലാ അർത്ഥത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ VN വാസവൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി
നടക്കുന്നു എന്ന് നമുക്കറിയാം. ഏൽപ്പിക്കുന്ന ഏത് ദൗത്യങ്ങളും വിശ്വസ്തയോടെ പൂർത്തീകരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധ്യമായി തീരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ എല്ലാ മന്ത്രിമാരോടൊപ്പം തന്നെ അതിലുപരിയായ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് ഈ സമയം പ്രത്യേകമായി സ്മരിക്കുകയാണ്. വളരെ സന്തോഷത്തോടും ഏറെ അഭിമാനത്തോടും കൂടി ബഹുമാനപ്പെട്ട കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും അടുത്ത് പത്തനംതിട്ട ജില്ലയിൽ ഒരു മന്ത്രി നമുക്കായി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അഭിമാനകരമാണ്. ശ്രീമതി വീണ ജോർജ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി, നമ്മുടെ ഏത് ആവശ്യങ്ങളിലും നമ്മോടൊപ്പം ഉണ്ട് എന്നും നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നത്, നമ്മുടെ ആരോഗ്യമൊക്കെ ഇപ്പോൾ ശ്രീമതി വീണ ജോർജിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമുക്കറിയാം, നിപ്പ അതിൻ്റേതായ ആ സമയങ്ങളിലൊക്കെ എത്രമാത്രം ഊർജ്ജസ്വലതയോടുകൂടിയാണ് കേരള ഗവൺമെൻറ് പ്രവർത്തിച്ചത്. അതിനൊക്കെ നേതൃത്വം നൽകുന്നതിന് ശ്രീമതി വീണ ജോർജിന് സാധ്യമായി തീർന്നിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കാതെ വളരെ വേഗം ഈ യോഗം അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ഒറ്റ വാക്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ജൂബിലിയേറിയൻ ബഹുമാനപ്പെട്ട റോയ് മാത്യൂസ് കോർപ്പിസ്കോപ്പ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും റാന്നി സെൻറ് തോമസ് വലിയ പള്ളി അദ്ദേഹം എന്നും സ്നേഹിക്കുകയും ഇവിടെയുള്ളതായ, പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി റാന്നി സെൻറ് തോമസ് വലിയ പള്ളിയും മറ്റ് കുരിശുപള്ളികളിലും തമ്മിലുള്ളതായ ബന്ധം അത് അരക്കിട്ടുറപ്പിക്കത്തക്ക നിലയിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സമാനതകളില്ലാതെ മറ്റ് ദേവാലയങ്ങളിലൊന്നും ഇല്ലാത്ത നിലയിലാണ് റാന്നി സെൻറ് തോമസ് വലിയ പള്ളിയും അതിൻ്റെ കുരിശുപള്ളികളും തമ്മിലുള്ളതായ ബന്ധം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനൊരു കോട്ടവും തട്ടാതെ ഏറ്റവും ഭംഗിയായ നിലയിൽ അത് പരിരക്ഷിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛന് കൃത്യനിഷ്ഠയുണ്ട്. അതിലൊക്കെ താല്പര്യമെടുത്തുകൊണ്ട് അച്ഛൻ പ്രവർത്തിക്കുന്നത് ഈ തരുണത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. റാന്നി സെൻറ് തോമസ് വലിയ പള്ളിയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാമോദീസ നൽകി നിങ്ങളുടെ വിവാഹ കൂദാശ ആശീർവദിച്ച് അങ്ങനെ ഏതർത്ഥത്തിലും നിങ്ങളോടൊപ്പം എപ്പോഴുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങൾക്കൊക്കെ ഒരു കണ്ണിലുണ്ണിയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാവരെയും മയക്കിയെടുക്കുന്നതിന് പ്രത്യേക ഒരു കഴിവ് അച്ഛനുണ്ട് എന്ന് പറയേണ്ടി. അച്ഛനിങ്ങനെ കുണുങ്ങിയൊക്കെ വന്ന് ചിരിച്ച് എല്ലാവരുടെയും അടുക്കലേക്കൊക്കെ വന്ന് എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി ഇടപെടും. അച്ഛനോട് ആരെങ്കിലും എതിര് പറഞ്ഞാൽ പോലും അച്ഛൻ അവരോട് എതിർപ്പില്ല. അതൊക്കെ അച്ഛൻ ഒരു നിമിഷം കൊണ്ട് അതൊക്കെ മാറ്റി വളരെ സന്തോഷത്തോടു കൂടി അച്ഛന് നമ്മോടൊക്കെ ഇടയിൽ എപ്പോഴും ആയിരിക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുന്നു. അച്ഛന് ദീർഘായുസ്സ് നേരുന്നു. ഈ ഇടവക എന്നും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു മണിമുത്തായി എന്നും ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ദേവാലയത്തിലും അതുപോലെ തന്നെ ക്നാനായ സമുദായത്തിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത അഥവാ അദ്ദേഹം നേതൃത്വം കൊടുത്ത വികാരി എന്ന നിലയിൽ പ്രവർത്തിക്കാത്ത വലിയ പള്ളികളിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ വലിയ പള്ളികളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അത്രമാത്രം ക്നാനായ സമുദായത്തിൽ 50 വർഷക്കാലം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ അനുഗ്രഹകരമായി പൂർത്തീകരിച്ച ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ഇടവകയുടെ പേരിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ എല്ലാ ഭാവുകങ്ങളും ആശംസകളും ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നേരുകയാണ്. ഇവിടെ കടന്നു വന്നിട്ടുള്ള ക്നാനായ സമുദായത്തിൻ്റെ സെക്രട്ടറി ശ്രീ ടി.ഒ. എബ്രഹാം, അദ്ദേഹം തീർച്ചയായും ക്നാനായ കോൺഗ്രസുമായി ബന്ധത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെ വേഗം ഇവിടെ ക്നാനായ കോൺഗ്രസിൻ്റെ സമ്മേളനം നടത്തപ്പെടേണ്ടി വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുകയും ക്നാനായ സമുദായത്തിന് ധൈര്യത്തോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന, ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നല്ലൊരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ക്നാനായ സമുദായത്തിന് അഭിമാനമായി പ്രവർത്തിക്കുന്ന എൻ്റെ
സ്വദേശവാസി കൂടിയായ ബഹുമാനപ്പെട്ട ടി.ഒ. എബ്രഹാമിനെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഈ ദേവാലയത്തിലേക്കും ഈ സമ്മേളനത്തിലേക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രീ ആൻ്റണി ഇവിടെ കടന്നു വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം പത്തനംതിട്ടയുടെ MP ആണ്. അദ്ദേഹം ഇവിടെ കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജനീഷ് കുമാർ MLA സംബന്ധിച്ച് ഞാൻ വളരെയധികം പഠിക്കുകയുണ്ടായി. അദ്ദേഹം റാന്നി സെൻറ് തോമസ് കോളേജിൽ ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ വളരെ സ്തുത്യർഹമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ശ്രീ ജനീഷ് കുമാർ MLA കോന്നിയുടെ MLA ആയി ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി നമുക്കൊക്കെ അഭിമാനത്തോടുകൂടി എന്നും ഓർക്കാവുന്ന ശ്രീ ജനീഷ് കുമാർ MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ രാജു എബ്രഹാം ex-MLA നമ്മുടെ MLA ആയി മാത്രമേ അദ്ദേഹത്തെ നമുക്ക് കാണുവാനായി കഴിയുള്ളൂ. അതൊരു ex-MLA എന്നുള്ള നിലയിലല്ല, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം എപ്പോഴും ഉള്ള ശ്രീ രാജു എബ്രഹാം ex-MLA വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന് റോയി അച്ഛനുമായിട്ടുള്ള ബന്ധം, ഈ ദേവാലയവുമായുള്ളതായ ബന്ധം, അതൊക്കെ ഏറ്റവും സുദീർഘമായ നിലയിൽ എന്നും പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രീ രാജു എബ്രഹാം ex-MLA വളരെ സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ റോഷൻ റോയി മാത്യു മുൻ PSC മെമ്പർ, അച്ഛനുള്ളതിനേക്കാൾ അഭിമാനത്തോടു കൂടി ഞങ്ങൾ റോഷനെ നോക്കിക്കാണുകയാണ്. അദ്ദേഹം നേടിയിട്ടുള്ളതായ പദവികളൊക്കെ ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളതാണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനത്തിന്, സ്തുത്യർഹമായ സേവനത്തിന് അച്ഛന് കൊടുത്ത ഒരു സമ്മാനമായി അച്ഛൻ്റെ മകനെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ശ്രീ റോഷൻ റോയി മാത്യു മുൻ PSC മെമ്പറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ക്നാനായ കോൺഗ്രസിൻ്റെ കേന്ദ്ര പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജേക്കബ് കുട്ടി കല്ലുകുളം അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ക്നാനായ കോൺഗ്രസിന് നൽകുന്നതായ നേതൃത്വം ഏറ്റവും വലുതാണ്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ സ്റ്റേജിൽ ഉപവിഷ്ടനായിരിക്കുന്ന ശ്രീ പ്രസാദ് കോയിക്കൽ, അദ്ദേഹം ഒരു കമാൻഡറാണ്, ഷെവലിയർ എന്ന നിലയിൽ വളരെ സുദീർഘമായ നിലയിൽ ക്നാനായ സമുദായത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും ക്നാനായ സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്നു എന്ന നിലയിലുമൊക്കെ റാന്നി സെൻറ് തോമസ് വലിയ പള്ളിക്ക് അഭിമാനമായിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസാദ് കോയിക്കൽ സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സ്മിജു ജേക്കബ് മറ്റക്കാട്ട്, കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ബഹുമാനപ്പെട്ട അച്ഛനെ ഷോൾ അണിയിക്കുവാൻ തക്കവണ്ണം ഇന്ന് പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർ വളരെ താല്പര്യത്തോടുകൂടി ഈ ജൂബിലി സമ്മേളനം ഇവിടെ നടത്തപ്പെടുന്നതിനും അതുപോലെ തന്നെ ക്നാനായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതായ സമ്മേളനങ്ങൾ നടത്തപ്പെടുന്നതിനും അഹോരാത്രം ഈ നിർവാഹക സമിതി പ്രവർത്തിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ബിച്ചു കോര ഐക്കാട്ടുമണ്ണിൽ, ശ്രീ TK ബാബു തേക്കാട്ടിൽ എന്നിവരെ വളരെ സന്തോഷത്തോടുകൂടി ഈ ഇടവകയ്ക്ക് നൽകുന്ന സുദീർഘമായ സേവനങ്ങളെ എന്നും മാനിച്ചുകൊണ്ട് അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കളും സഹോദരന്മാരുമായിട്ടുള്ള ഏവരുമേ ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. അവരൊക്കെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഈ ദേവാലയത്തിൽ കടന്നു വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാജൻ കുളമട അച്ഛനൂടെ കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിർവാഹക സമിതി അംഗങ്ങൾ ഇതിന് വേണ്ടതായ എല്ലാ കൈത്താങ്ങലും നൽകി ഈ പ്രോഗ്രാമുകളൊക്കെ ഏറ്റവും അനുഗ്രഹകരമാക്കുന്നതിന് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹകരമായ നിലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട റോയി അച്ഛന് ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇതിനെ തുടർന്ന് ഇവിടെ മെറിറ്റ് അവാർഡ് നൽകപ്പെടും. അത് നൽകപ്പെടുന്നതും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടതുമൊക്കെ
ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വളരെ വേഗം പോകേണ്ടതുള്ളതുകൊണ്ട് എത്രയും വേഗം മടങ്ങിപ്പോകും. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛന് ഒരു വാക്ക് ആശംസകൾ നേർന്നതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് ഞാൻ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജിനെ ആദ്യമേ തന്നെ ഒരു വാക്ക് ബഹുമാനപ്പെട്ട അച്ഛന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വാസവൻ മന്ത്രിയുടെ അനുവാദത്തോടു കൂടി ആയതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ആദരണീയനായ സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, ബഹുമാനീയനായ MLA അഡ്വക്കേറ്റ് കെ ജനീഷ് കുമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്യരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, നമ്മൾ ആദരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള റോയ് അച്ഛൻ, അതുപോലെ തന്നെ അനൂപച്ഛൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യർ, പ്രിയപ്പെട്ട റോഷൻ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, നമ്മുടെ സമുദായത്തിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ TO എബ്രഹാം സമുദായ സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞാൻ ഒരു വാക്ക് എല്ലാവരുടെയും അനുവാദത്തോടെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നേരിടുന്ന ആരോഗ്യ വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു എംപോക്സ് കേസ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് 11 മണിക്ക് എനിക്കൊരു അടിയന്തര മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്ക് എത്തപ്പെടേണ്ടതുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയാലേ അവിടെ എത്തുകയുള്ളൂ. വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണ്. അതിൽ പങ്കുചേരുക എന്നുള്ളതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബഹുമാന്യനായിട്ടുള്ള റോയ് മാത്യൂസ് കോർപ്പിസ്കോപ്പ അച്ഛൻ സൗമ്യത കൊണ്ടും സ്നേഹം കൊണ്ടും ആർദ്രത കൊണ്ടുമൊക്കെ നമ്മളെ എല്ലാവരെയും നമ്മുടെ സമൂഹത്തെയും ചേർത്ത് പിടിച്ച വന്യനായിട്ടുള്ള അച്ഛൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് ആദരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് സെൻറ്റ് തോമസ് വലിയ പള്ളി റാന്നി ഈ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്ന ഈ സമയത്തിൽ ഇവിടെ എല്ലാവരോടും ചേർന്നുകൊണ്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള ആശംസകൾ അച്ഛനും പ്രത്യേകിച്ച് കുടുംബത്തിനും നേരുകയാണ്. ഇനിയും അനേക വർഷങ്ങൾ നമുക്കിടയിൽ വെളിച്ചമായിരിക്കുവാൻ അച്ഛന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജില്ല, പത്തനംതിട്ട ജില്ല, നമ്മുടെ നാടിൻ്റെ എല്ലാവിധമായ ആദരവും ഈ അവസരത്തിൽ ഇടവകയോട് ചേർന്നുകൊണ്ട് ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതോടൊപ്പം എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം കൂടി നിർവഹിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു. പക്ഷേ അഭിമന്യ തിരുമേനിയും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ഒക്കെ സംസാരിക്കാനായിട്ടുണ്ട്. തിരുമേനി അല്പസമയത്തിനകം എത്തിച്ചേരും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ പ്രതിഭ പുരസ്കാര വിതരണത്തിൻ്റെ കൂടി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രി അല്പസമയം കൂടി നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ വി എൻ വാസവനെ വളരെ സന്തോഷത്തോടു കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻ ഫാദർ അനു സി സ്റ്റീഫൻ, ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ബഹുമാന്യായ MLA ശ്രീ ജനീഷ് കുമാർ, പ്രിയങ്കരനായ ശ്രീ TO എബ്രഹാം, പ്രിയങ്കരനായ ശ്രീ രാജീവ് എബ്രഹാം MLA, പ്രിയപ്പെട്ട ശ്രീ റോയ് മാത്യു, പ്രിയപ്പെട്ട ഷെവലിയാർ പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കൽ, ശ്രീ ബിജു ഐക്കാട്ടുമണ്ണിൽ, ശ്രീ ബിജു ജേക്കബ്, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള റവറൻ റോയ് മാത്യൂസ് കോറെപ്പിസ്കോപ്പ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഏറെ അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായൊരു ചടങ്ങാണ് പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ നടക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വൈദിക വൃത്തിയുടെ സുവർണ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് നിശ്ചയമായും
ഏറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വക നൽകുന്നതാണ്. കാലം ചെയ്ത നമ്മുടെ എല്ലാം മനസ്സിൽ നിറസന്നിധ്യമായി ഇപ്പോഴും നിൽക്കുന്ന ക്ലീമീസ് തിരുമേനിയിൽ നിന്നായിരുന്നു റോയി അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചത്. അതുതന്നെ ഏറെ അനുഗ്രഹീതമായ ഒരു ഘടകമാണ്. വൈദിക വൃത്തിയിൽ അദ്ദേഹം ഞങ്ങളുടെ ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ തന്നെ 1.5 പതിറ്റാണ്ട് കാലം സേവനമനുഷ്ഠിച്ചിരുന്ന സന്ദർഭം ഓർക്കുകയാണ്. കോട്ടയം വലിയ പള്ളിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വൈദിക വൃത്തിയുടെ തുടക്കം. അതിനുശേഷം ചെങ്ങമനത്തെ വിവിധ പള്ളികളിലും ഒക്കെ ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ജ്ഞാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായി പൊതുപ്രവർത്തന രംഗത്തുകൂടി കടന്നു വരികയാണ്. പിന്നീട് യൗവനത്തിൽ കാലൂന്നിയ ജ്ഞാനായ യൂത്ത് അസോസിയേഷൻ്റെ ഭാരവാഹി എന്ന രൂപത്തിൽ ദീർഘകാലം അദ്ദേഹത്തിന് സേവനമനുഷ്ഠിക്കാൻ കഴിയും. അതേപോലെ തന്നെ ക്ലീമീസ് തിരുമേനി തന്നെ അദ്ദേഹത്തിന് മിഷൻ ഡയറക്ടറായ ചുമതല ഏൽപ്പിച്ച ഘട്ടം ഓർക്കും. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെല്ലാം കൃത്യമായും സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്തു തീർക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണ് അത്തരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വിവിധ ചുമതലകൾ അദ്ദേഹം ഏറ്റെടുക്കാനിട വന്നു. പിന്നീട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ജ്ഞാനായ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി ദീർഘകാലം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നു. അത് വലിയ ദൗത്യമാണ് നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചോളം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അദ്ദേഹം സമുദായത്തിൻ്റെ മുഖപത്രമായ ദീപത്തിൻ്റെ ചീഫ് എഡിറ്ററായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന് കോർ എപ്പിസ്കോപ്പ സ്ഥാനം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. വൈദിക വൃത്തിയിൽ അദ്ദേഹം ഓരോ ഇടവകയിലും സേവനമനുഷ്ഠിക്കുമ്പോൾ ഇടവകാംഗങ്ങളോടും ഒപ്പം സമുദായത്തോടും അദ്ദേഹം പുലർത്തിയിട്ടുള്ള കൂറും വിശ്വാസ്യതയും എല്ലാ അർത്ഥത്തിലും കൂടുതൽ ചുമതലകൾ അദ്ദേഹത്തിൽ അർപ്പിതമാകുന്ന സാഹചര്യം സംജാതമായി എന്ന് നാം കാണുന്നതാണ്. ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിക്കുന്നത് പോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാമേഖലകളിലും അച്ഛൻ്റെ ശ്രദ്ധ കടന്നു വരാറുണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയുക. അതാണ് ബഹുമാന്യനായ അനൂപ് അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചത്. ഇടഭാഗങ്ങളിൽ ഓരോരുത്തരെയും നേരിൽ പരിചയപ്പെടാനും അവരുമായി സൗഹൃദം പങ്കിടാനും സൗഹൃദം പങ്കിടുന്നവർക്ക് വിട്ടുപിരിയാനാവാത്ത സ്നേഹ വാത്സല്യങ്ങൾ ഉറപ്പാക്കാനും കഴിയുന്ന ഒരുപക്ഷെ ജ്ഞാനായ സഭയിലെ സൗമ്യ സാന്നിധ്യം തന്നെയാണ് ഈ റോയി അച്ഛൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത്തരത്തിൽ പലപ്പോഴും സൗമ്യമായി കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആരെയും മുഷിപ്പിക്കാതെ വശ്യമനോഹരമായ പെരുമാറ്റവും അതുപോലെ തന്നെ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് കൈകാര്യം ചെയ്യുന്ന രീതി ഏറ്റവും സൗമ്യമായ ഭാവനയിലും ധാരണയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ നമ്മുടെ പള്ളികളിലെ ആത്മീയ ചിന്തകളെല്ലാം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഈ അരനൂറ്റാണ്ട് കാലം സേവനമനുഷ്ഠിക്കുക എന്ന ചെറിയ കാര്യമല്ല. അരനൂറ്റാണ്ട് കാലം ഒരു വൈദിക വൃത്തിയിൽ ഒരു പുരോഹിതന് തൻ്റെ സേവന ദൗത്യം ഇടവകക്കാർക്കെല്ലാം സ്വീകാര്യമായി ഒരു പരാതിക്കോ ഒരു തരത്തിലുള്ള അവസരങ്ങൾക്കോ ഇടവരാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വൈദിക വൃത്തി ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നീക്കങ്ങളായി നമുക്ക് കണക്കാക്കാം. അതിലേക്ക് എത്തിച്ചേർന്ന റോയി അച്ഛനെ ഹൃദയപൂർവ്വം ഈ സന്ദർഭത്തിൽ സുവർണ ജൂബിലി ആഘോഷ നിമിഷങ്ങളിലേക്ക് അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാവിയിൽ എല്ലാ തരത്തിലുള്ള ആയുസ്സും അതോടൊപ്പം തന്നെ ആരോഗ്യവും ഉറപ്പാക്കി അദ്ദേഹത്തിൻ്റെ വൈദിക വൃത്തിയും ഒപ്പം പൊതുജീവിതത്തിൽ അദ്ദേഹം എടുക്കുന്ന സൗമ്യ സാന്നിധ്യവും വിവിധ തരത്തിലുള്ള ചുമതലകളും നിർവഹിച്ചു പോകാൻ കഴിയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗം അറിയിക്കുന്നതിനായി ശ്രീ ജനീഷ് കുമാർ MLA സ്വാഗതം ചെയ്യുന്നു.
ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, ഈ ചടങ്ങിലേക്ക് കടന്നു വരുന്ന അഭിവദ്യ കുര്യാക്കോസ് മാർ സേവറിയോസ് തിരുമേനി, വേദിയിലുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റോയി അച്ഛൻ, സമുദായ സെക്രട്ടറി CTO എബ്രഹാം, പ്രിയപ്പെട്ട ശ്രീ രാജു എബ്രഹാം ex-MLA, പ്രസാദ് ജോസഫ് സാറ്, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, എല്ലാവരെയും പോലെ തന്നെ ഞാനും ഏറെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആലോചിച്ചപ്പോൾ അച്ഛനുമായി ഉള്ള ബന്ധം കാൽ നൂറ്റാണ്ടിൻ്റെ ബന്ധമാണ്. അപ്പോൾ വാസവൻ സാഹു വിചാരിക്കും എനിക്ക് അത്രയും പ്രായമുണ്ടോ എന്ന്. കറക്റ്റ് കണക്കാണ് ഞാൻ പറഞ്ഞത്. 99 പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കാൻ വരുമ്പോഴാണ് അച്ഛനെ പരിചയപ്പെടുന്നത്. ഞാനും റോഷനുമെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി, റോഷൻ എൻ്റെ നേതാവായി നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ യൂണിറ്റ് സെക്രട്ടറിയും റോഷൻ ഏരിയ സെക്രട്ടറിയും ഒക്കെയായി നിൽക്കുന്ന സമയത്താണ് ആ വീടുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് നിരവധി വർഷങ്ങൾ ഊണും ഉറക്കവുമെല്ലാം ആ വീട്ടിൽ നിന്നായിരുന്നു. പലപ്പോഴും കോളേജിനടുത്തുള്ള വീട് എന്ന നിലയിൽ എപ്പോഴും ഓടിച്ചെല്ലുന്നതും എല്ലാം ആ വീട്ടിലേക്കായിരുന്നു. കാൽ നൂറ്റാണ്ടായി ഒരു മകനു ലഭിക്കുന്ന സ്നേഹവും കരുതലും വാത്സല്യവുമെല്ലാമാണ് റോയി അച്ഛൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അച്ഛൻ്റെ ഈ വൈദിക പട്ടത്തിൻ്റെ ജൂബിലി ആഘോഷത്തിൽ അതുകൊണ്ട് തന്നെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത്. എൻ്റെ എല്ലാ സന്തോഷഘട്ടത്തിലും പ്രയാസഘട്ടത്തിലുമെല്ലാം ഒരു താങ്ങായി അച്ഛനെന്നും ഒപ്പമുണ്ടായിരുന്നു. തീർച്ചയായും അച്ഛൻ്റെ ഇനിയുള്ള ഈ ലോകത്തെ ജീവിതവും വൈദിക ജീവിതവും എല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ മുമ്പോട്ട് പോകട്ടെ. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. ഒരുപാട് നന്മ നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയാണ് അച്ഛൻ എന്ന് വലിയ പള്ളിയിൽ എനിക്ക് മുമ്പിലിരിക്കുന്നവരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ പ്രയാസം വന്നു, അച്ഛന് രോഗം വന്നു എന്നറിഞ്ഞപ്പോൾ. പക്ഷേ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നിറഞ്ഞ പുഞ്ചിരിയുമായി അതിനെയെല്ലാം അച്ഛൻ അതിജീവിച്ചത്. എല്ലാ പാവപ്പെട്ട ആളുകളോടും എൻ്റെ ദേശത്ത് സീതത്തോട് ഇടവകയിലുമെല്ലാം ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. അച്ഛൻ്റെ പേര് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്കെല്ലാം വല്ലാത്ത അഭിമാനമാണ്. എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു പിടിക്കുന്ന ഒരു നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമ കൂടിയാണ് റോയി അച്ഛൻ. അച്ഛൻ്റെ ഈ ചടങ്ങിനും അതോടൊപ്പം തന്നെ ഭാവി വൈദിക ജീവിതത്തിനും ഭാവി ജീവിതത്തിനുമെല്ലാം നന്മ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീ TO എബ്രഹാം തോട്ടത്തിൽ സമുദായ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രഗത്ഭനായ മന്ത്രി വാസവൻ സാറ്, നമുക്കറിയാം ജ്ഞാനായ സമുദായത്തിൻ്റെ എല്ലാ പരിപാടികളിലും അദ്ദേഹം എത്തും. ചിങ്ങവനത്തെ ഏത് മീറ്റിങ്ങിന് വിളിച്ചാലും
അദ്ദേഹം വരും. നമുക്കറിയാമല്ലോ, ഇത്രയും ദൂരമോടി റാന്നിയിലെത്തിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ സമുദായ മെത്രാപ്പൊലീത്ത വന്നുകൊണ്ടിരിക്കുക. രാവിലെ അഞ്ചാനി പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്കൊരു ദേഹാസ്വസ്ഥം ഉണ്ടായി. അത് അരമണിക്കൂർ താമസിച്ചു പോയി. അതാണ് വരാൻ ഇപ്പോൾ ഉടനെ അതെനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റകം ഇവിടെ എത്തും. ഇവിടെ അധ്യക്ഷനായിട്ട് ഇരിക്കേണ്ടതാണല്ലോ. അഭിമന്യ തിരുമേനി ഇവിടെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ദിവസങ്ങൾ എല്ലാവർക്കും അറിയാം. വീണ ജോർജ് ഇവിടുന്ന് പോയി കഴിഞ്ഞു. അതുപോലെ ഇവരെല്ലാം ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ റോയിച്ചനോടുള്ള ആ പ്രതിബദ്ധത, അദ്ദേഹത്തോടുള്ള സ്നേഹം. ഇപ്പം ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പ്രിയപ്പെട്ട അനൂപച്ചൻ പറയുകയുണ്ടായി, റാന്നിയുടെ മണിമുത്താണ്. എന്നാൽ അതിലും ഗ്രാനായ സമുദായത്തിൻ്റെ ഒരു മണിമുത്താണ് റോയിച്ചൻ. ഏതെല്ലാം ഭാരങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം ചുമതലകൾ വഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ മനപ്പാടമായിട്ട് പറയുന്നു. മന്ത്രിയുടെ പ്രസംഗത്തിൽ അങ്ങനെയാണ്. അദ്ദേഹത്തിന് കുറിപ്പുകളൊന്നും വേണ്ട, മനപ്പാടമായിട്ട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ ജ്ഞാനായ സമുദായത്തിലെ എല്ലാ കാര്യത്തിലും അച്ഛൻ ഇടപെട്ടിട്ടുണ്ട്. അച്ഛൻ ചുമതലകൾ വലിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ റാന്നി പള്ളി എന്ന് പറയുന്നത് 1743 വർഷമായി അന്ന് രൂപം കൊണ്ടതാണ്. ജ്ഞാനായ സമുദായത്തിലെ 3ാമത്തെ ദേവാലയമാണ്. അഭിമാനത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജ്ഞാനായ സമുദായത്തിൻ്റെ ഇടവക അംഗങ്ങളുള്ള ദേവാലയമാണിത്. ഏതാണ്ട് 3000-നും മേളിൽ 3400 ഇടവക അംഗങ്ങളുള്ള ഒരു പുരാതനമായ ദേവാലയത്തിൽ ആ ദേവാലയത്തിൻ്റെ അംഗമായിട്ട് റോയിച്ചനെ പ്രവർത്തിക്കുന്നതിനും റോയിച്ചനെ ഇവിടെ ശുശ്രൂഷിക്കുന്നതിനും, ഇതിൻ്റെ വികാരിയായിട്ടൊക്കെ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുപോലെ ജ്ഞാനായ സമുദായത്തിലെ അഭിമാനമായിട്ട് ഇന്ന് നിൽക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഒരു സമയത്ത് വലിയ രോഗം വന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് റോയിച്ചനെ വിടുതൽ കിട്ടിയെന്ന് അതൊരു മിറക്കിളാണ്. ദൈവം ഇറങ്ങി പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് റോയിച്ചന് ഇവിടെ ഇരിക്കുന്നത്. വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കേണ്ട രീതി വന്നു. അതൊരിക്കലും ഞാൻ ഇന്ന് വിശുദ്ധ കുർബാന ഇവിടെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ചെറുപ്പക്കാരായ വൈദികരെ ചൊല്ലുന്നതിലും സ്ഫുടമായിട്ട് എത്രയോ ഇമ്പകരമായിട്ട്, എത്രയോ അനുതാപകരമായിട്ടാണ് റോയിച്ചൻ്റെ ആ വിശുദ്ധ ബലി ഇവിടെ നടന്നത്. എനിക്കാണെങ്കിൽ പ്രിയപ്പെട്ട റോയിച്ചനുമായിട്ട് വലിയ ബന്ധമാണ്. റോയിച്ചൻ്റെ വല്യമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തിലെ തോട്ടത്തി കുടുംബത്തിലെയാണ് റോയിച്ചൻ്റെ വല്യമ്മച്ചി. അങ്ങനെ അദ്ദേഹം ആ പ്രദേശത്ത് വന്നാൽ ഞങ്ങളുടെയൊക്കെ ഭവനത്തിൽ വരാതെ അദ്ദേഹം തിരിച്ചു പോവുകയില്ല. അച്ഛനെ ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന് ഇത്രയും നടത്തി. അതുപോലെ തന്നെ റോയിച്ചനെ ദൈവം നമ്മുടെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു മകനെ കൊടുത്തു. അദ്ദേഹം ജ്ഞാനായ സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തിനെ PSC മെമ്പറായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ രാജു എബ്രഹാം MLA നമ്മുടെ രക്തമാണ്. അദ്ദേഹം റാന്നിയിൽ എത്രയോ പ്രാവശ്യമാണെന്ന് നമുക്ക് എണ്ണിയാൽ തീരാത്തതുപോലെ റാന്നിയെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് ഒരു ജ്ഞാനായ സമുദായത്തിൻ്റെ അംഗം നിലകൊണ്ടതാണ്. അദ്ദേഹം എല്ലാം പാർട്ടികൾക്ക് അല്ലെങ്കിൽ അനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അതിനും നമുക്ക് ധാരാളം ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത വയലാടുക്കളം മുതൽ ഇങ്ങോട്ടുള്ള ധാരാളം KMAT ഉൾപ്പെടെ എത്രയോ മന്ത്രിമാർ വരെ തിരഞ്ഞെടുത്ത ഒരു ദേവാലയമാണ് ഇവിടെ. അത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അതുപോലെ തന്നെ രാജു എബ്രഹാമിനെ ഈ വേദിയിലുണ്ട്. അതുപോലെ ജിനീഷ് കുമാർ, എനിക്കറിയാം, ഞാൻ സിതത്തോടിൽ എനിക്ക് കോൺട്രാക്ട് വർക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യനായിട്ട് അതിലെ നടന്നയാളാണ് നമ്മുടെ ഇരിക്കുന്ന കൂന്നിയിലെ ഇവിടുത്തെ ജിനീഷ് കുമാർ MLA. അദ്ദേഹവുമായിട്ടും പല വേദികളും പങ്കിടുവാനായിട്ട് സാധിച്ചു. അദ്ദേഹവും ജ്ഞാനായ സമുദായത്തിൻ്റെ ഏതൊരു പരിപാടിക്ക് വിളിച്ചാലും ദൂരെയാണെങ്കിലും ഓടിയെത്തുന്ന അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇവിടെ വന്നതിലുള്ള ജ്ഞാനായ സമുദായത്തിൻ്റെ നന്ദി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറിയുണ്ട്. അവരെല്ലാം
ഈ ജ്ഞാനായ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതി തിരക്കുകളാണേലും ഇതിനിടയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിൽ അവരെ ഈ ദേവാലയത്തെ അഭിനന്ദിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ജേക്കോട്ടി അച്ഛനോട് വന്നിട്ടുണ്ട്. ജ്ഞാനായ കമ്മിറ്റി അംഗമായ ടിജു ഇവിടെ തോട്ടുപുറം ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി. കുടിയേറ്റം റാന്നിയിൽ നടക്കുമ്പോൾ വലിയൊരു ജനാബലി അല്ലെങ്കിൽ ഈ കമ്മിറ്റിക്കാരുടെ പ്രവർത്തനമാണ്. ഈ റാന്നി പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയും ഇവിടുത്തെ പൊതുയോഗവും ജ്ഞാനായ സമുദായത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ദേവാലയമാണ് റാന്നി ദേവാലയം. സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അസോസിയേഷൻ അംഗങ്ങളുള്ള ദേവാലയമാണ്. 9 അസോസിയേഷൻ അംഗങ്ങളാണ് സമുദായത്തിലെ ഏറ്റവും കൂടുതൽ അസോസിയേഷൻ അംഗങ്ങളെ. അത് വീടുകളുടെ എണ്ണം അനുസരിച്ചാണല്ലോ ഈ ദേവാലയത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ സമുദായത്തോടുള്ള സ്നേഹത്തിലെ സമുദായ മെത്രാപ്പോലീത്തായോടുള്ള സ്നേഹം നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ സെബേറിയസ് തിരുമേനി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം വരുന്നതുവരെ എനിക്കറിയില്ല, മന്ത്രിയാണെങ്കിൽ പെട്ടെന്ന് പോകുമെന്നാണ് പറഞ്ഞത്. റോയിച്ചനോടും ജ്ഞാനായ സമുദായത്തോടുമുള്ള ആ ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും എന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിലെ ബഹുമാനപ്പെട്ട ഇവിടെ നമ്മുടെ പ്രസാദ് ഇവിടെ ഇരിപ്പുണ്ട്. മുൻ സമുദായ സെക്രട്ടറിയാണ്. അതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന ധാരാളം അച്ഛനുണ്ട്, കുളമട അച്ഛനുണ്ട്. അതുപോലെ തന്നെ റോയിച്ചൻ്റെ മകൻ ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരോടും ഞാൻ ഇങ്ങനൊരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത് സമുദായത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും നമ്മൾ അറിയപ്പെടുന്ന ഈ പ്രിയപ്പെട്ട റോയിച്ചൻ്റെ ഈ 50ാം പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന റാന്നി ദേവാലയത്തെ ജ്ഞാനായ സമുദായത്തിന് വേണ്ടി മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീ രാജു എബ്രഹാം എക്സ് MLA സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, റോയിച്ചൻ ശരിക്കൊരു ഭാഗ്യവാനാണ്. 2 പ്രഗത്ഭരായ മന്ത്രിമാർ പൗരോഹിത്യ സുവർണ ജൂബിലി ചടങ്ങിൽ പങ്കെടുക്കുന്നത് വളരെ അപൂർവമാണ്. സാധാരണ തിരുമേനിമാരുടെ പൗരോഹിത്യ ജൂബിലി ചടങ്ങുകളിലാണ് മന്ത്രിമാരൊക്കെ സാധാരണ പങ്കെടുക്കാറുള്ളത്. ഇവിടെ കേരളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ അയൽവാസി കൂടിയായ മന്ത്രി VN വാസവനും നമ്മുടെ ജില്ലയുടെ തന്നെ അഭിമാനമായ വീണ ജോർജും അവരുടെ 2 പേരുടെയും സാന്നിധ്യം തീർച്ചയായിട്ടും ഈ സുവർണ ജൂബിലി ചടങ്ങിനെ ഏറ്റവും കൂടുതൽ മികവുറ്റതാക്കുന്നു എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമുദായ സെക്രട്ടറി പ്രിയങ്കരനായ പ്രിയപ്പെട്ട TO എബ്രഹാമും ജനീഷ് കുമാർ MLAയുടെയും എല്ലാം സാന്നിധ്യം നമ്മുടെ ഈ ചടങ്ങിനെ കൂടുതൽ മനോഹരമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അനൂപച്ചൻ പള്ളിയുടെ മണിമുത്തെന്നും പ്രിയപ്പെട്ട തങ്കച്ചായൻ ജ്ഞാനായ സമുദായത്തിൻ്റെ മണിമുത്തെന്നുമാണ് അച്ഛനെ വിശേഷിപ്പിച്ചത്. എന്നാൽ എനിക്ക് അച്ഛനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഈ നാടിൻ്റെ മണിമുത്താണ് അച്ഛൻ. കാരണം ജ്ഞാനായ സമുദായത്തിൻ്റെ മാത്രമല്ല, റാന്നിയിൽ നടക്കുന്ന മിക്ക പൊതു പരിപാടികളിലും അച്ഛൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ഡസൻ കണക്കിന്, എത്ര ചടങ്ങ് എന്നൊരിക്കലും നിശ്ചയിക്കാൻ കഴിയത്തില്ല, അതേപോലെ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏത് ചടങ്ങിൽ ചെന്നാലും അച്ഛന് ലഭിക്കുന്ന സ്വീകാര്യത അത് സത്യത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ ഓർക്കാറുണ്ടല്ലോ, അസംബ്ലി വല്ലതും അച്ഛൻ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അച്ഛൻ വിജയിച്ചേനെ. അത്ര ജനപിന്തുണയാണ് അച്ഛനുള്ളത്. എന്താണതിൻ്റെ മാസ്മരികത എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സമൂഹത്തിന് വേണ്ടി അച്ഛൻ സമർപ്പിച്ച ജീവിതമാണത്. അത് പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ
ഏത് ചടങ്ങിനും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു രോഗമുക്തനായ ശേഷമാണ് അച്ഛൻ കൂടുതൽ ആരോഗ്യവാനായതെന്ന് എൻ്റെ വിശ്വാസം. കാരണം വൈകുന്നേരം നടക്കുന്ന വിവാഹ ചടങ്ങുകളിലാണെങ്കിൽ പോലും അച്ഛൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. ഏത് മരണ അനന്തര ചടങ്ങുകൾ നടന്നാലും, ഏത് മാമോദീസ നടന്നാലും അവിടെ എല്ലാം അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. റാന്നിയിൽ നടക്കുന്ന പൊതു ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത അച്ഛന് ഞാൻ ദീർഘായുസ് നേരുകയാണ്. എനിക്ക് തോന്നുന്നു കോളേജിൽ അച്ഛൻ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയൊരു ബന്ധം, ആ ബന്ധമാണ് അച്ഛനെ ഒരു വലിയ ഒരു ജനപ്രിയ വ്യക്തിത്വമായി വളർത്തിയെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് കോളേജിൽ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ധാരാളം ആളുകൾ പിന്നെ എവിടെ വെച്ച് കണ്ടാലും അച്ഛൻ്റെ കാര്യം ചോദിക്കും. അപ്പം അത്തരത്തിൽ ഉള്ള വലിയ പ്രത്യേകതകൾ അത് തീർച്ചയായിട്ടും ഈ നാടിന്, അച്ഛൻ്റെ കുടുംബത്തിന് മാത്രമല്ല, ഈ നാടിന് തന്നെ അത് വലിയൊരു മുതൽക്കൂട്ടാണ്. തീർച്ചയായിട്ടും ആ വലിയ ഒരു ഗുണം പ്രിയപ്പെട്ട റോഷൻ റോയ് മാത്യുവിനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം PSC എന്ന ഉന്നത പദവിയിലേക്ക് അതിലേക്ക് പാർട്ടി അദ്ദേഹത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അച്ഛന് സമുചിതമായ ഒരു അംഗീകാരം, ഒരാദരവ് ഈ ദേവാലയം നൽകാൻ അതിന് മുൻകൈ എടുത്ത പ്രിയപ്പെട്ട ബിച്ചു, അതുപോലെ തന്നെ ബാബു തേക്കാട്ടിലടക്കമുള്ള കമ്മിറ്റി അംഗങ്ങൾ, ആ കമ്മിറ്റി അംഗങ്ങൾ, അതിലുപരി വികാരി അച്ഛൻ അനൂപച്ഛൻ അടക്കം, കൊള്ളമട അച്ഛൻ ഉൾപ്പെടെ ഇവിടെയുണ്ട്. അവരുടെ എല്ലാം നിറഞ്ഞ പിന്തുണ, നേതൃത്വം ഈ ചടങ്ങിനെ നിറഞ്ഞ ഒരു ചടങ്ങായി മാറ്റി എന്നുള്ളതും തികച്ചും അവിസ്മരണീയമാണ്. അച്ഛന് എല്ലാ ഭാവുകങ്ങളും ദീർഘായുസ്സും ഈ സന്ദർഭത്തിൽ നേർന്നുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീ റോഷൻ റോയ് മാത്യു, മുൻ PSC മെമ്പറിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള വാസവൻ ചേട്ടൻ, മറ്റ് വിശിഷ്ട അതിഥികൾ, ബഹുമാന്യരെ, അച്ഛനായതിൻ്റെ 50 വർഷം മാത്രമല്ല, എൻ്റെ അച്ഛനായതിൻ്റെ കൂടി 50 വർഷമാണ്. കാരണം എനിക്ക് ഡിസംബറിൽ 49 പൂർത്തീകരിച്ച് 50ലേക്ക് കയറും. അപ്പോൾ 2 അച്ഛനായതിൻ്റെ ജൂബിലിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അനൂപച്ഛൻ പറഞ്ഞതുപോലെ ഒരിക്കൽ ക്രിസോസ്റ്റം തിരുമേനി ഞങ്ങളോട് പറഞ്ഞു, നീ അച്ഛനാകേണ്ടതും അച്ഛൻ രാഷ്ട്രീയത്തിൽ വരേണ്ടതും ആളാണ്. അനൂപച്ഛൻ പറഞ്ഞു, ആരെയും മയക്കാനും കറക്കി അടിക്കാനും സാധാരണ രാഷ്ട്രീയക്കാരാണ്, പക്ഷേ അച്ഛന്മാരിലെ അപൂർവ അച്ഛനാണ് റോയി അച്ഛൻ. അച്ഛൻ രാഷ്ട്രീയത്തിൽ വന്നിരുന്നുവെങ്കിൽ രാജു അബ്രഹാം സൂചിപ്പിച്ചതുപോലെ ഞാൻ പിന്നെ അച്ഛനാകേണ്ട വന്നത്. ഏതായാലും അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. ഇവിടെ 50 വർഷം പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി, അതൊരു ഭാഗ്യമായി ആണ് കാണുന്നത്. അച്ഛനെ സംബന്ധിച്ച് 50 വർഷം എന്നുള്ളത് ഒരു ചെറിയ കാലഘട്ടമൊന്നുമല്ല. 50 വർഷം വൈദികനായി സഭയെ, സമൂഹത്തെ സേവിക്കാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. ഏത് കാര്യങ്ങളെയും, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ അച്ഛനുള്ള കഴിവ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് കാര്യങ്ങളെയും സിമ്പിളാക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും വ്യക്തിപരമായി പേരെടുത്ത് അച്ഛനറിയാം. ആളുകളെ മാത്രമല്ല, അവരുടെ അച്ഛനാരാണ്, അവരേത് കുടുംബത്തിൽ നിന്നാണ്, അങ്ങനെ മനുഷ്യനെ വ്യക്തിപരമായി പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന അത്രമാത്രം ബന്ധം
എനിക്കുള്ള സുഹൃത്തുക്കളെക്കാൾ അച്ഛനാണ് സുഹൃത്തുക്കൾ കൂടുതൽ. കിൻഡർ ഗാർഡനിലെ കുട്ടികൾ വരെ അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം വലിയൊരു സുഹൃത്ത് വലയത്തിൻ്റെ ബന്ധമുണ്ട് അച്ഛൻ. പ്രതിസന്ധികളെ നേരിടുന്നത്, ഇവിടെ ജനീഷ് പറഞ്ഞു, സാധാരണ ഒരു മനുഷ്യനുള്ള ഒരു അസുഖം അച്ഛനില്ല. പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗറില്ല. പക്ഷേ ഭയാനകരമായ 2 അസുഖമുണ്ട്, അറ്റാക്കും ക്യാൻസറും. ഇതിനെ രണ്ടിനെയും അച്ഛൻ തരണം ചെയ്ത വഴി, ഒരു ദിവസം വൈക്കമ്പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്വാസം മുട്ടൽ നേരിട്ട് അച്ഛനെ ആശുപത്രിയിലാക്കുന്നത്. വെല്ലൂരിൽ ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് ഇനിയും 4th സ്റ്റേജാണ്, 6 മാസം മാത്രമേ ഇനിയും ജീവനോടെ ഉണ്ടാകുകയുള്ളൂ എന്ന് വെല്ലൂർ ആശുപത്രി വിധി എഴുതിയതാണ്. ഇപ്പോൾ ഏതാണ്ട് 6 വർഷം കഴിഞ്ഞു. ക്യാൻസർ എന്ന രോഗത്തെ പോലും കീഴ്പ്പെടുത്തി അഭിമാനത്തോടു കൂടി പറന്ന് നിൽക്കുകയാണ് അച്ഛൻ. അച്ഛൻ മാത്രമല്ല, ഒരു നല്ലൊരു കുടുംബനാഥൻ കൂടിയാണ്. വീട്ടിൽ ഇതുവരെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും ജിത്തുവും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്. അവർ ഇതുവരെ ഒരു വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോഴും വീട്ടു ചെലവ് നടത്തുന്നത് അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ദീർഘായുസ്സോടെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇലക്ട്രിസിറ്റി ബില്ലടിക്കാൻ, റേഷൻ കടയിൽ പോകാനും എല്ലാം ഇപ്പോഴും അച്ഛന് യാതൊരു മടിയുമില്ല. നിങ്ങൾ രാവിലെ വീട്ടിൽ വന്നാൽ അറിയാം, കുർബാന ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിലായിരിക്കും അച്ഛൻ. തെങ്ങൊഴികെ ബാക്കി എല്ലാ മരത്തേലും കയറും. അതുപോലെയുള്ള ഒരു അധ്വാനിയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അച്ഛന് ദീർഘായുസ്സുണ്ടായത്. തീർച്ചയായും അച്ഛൻ്റെ ദീർഘായുസ്സിന് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കും എന്നറിയാം. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും കുടുംബത്തിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ഒരു മിനിറ്റ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പോകുന്നതിന് മുമ്പ് ജ്ഞാനായ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മൊമെൻറ്റോ ബഹുമാനപ്പെട്ട അച്ഛനെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനായ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ ഇന്ന് നടക്കുന്നതായ മത്സരങ്ങളുടെ ഉദ്ഘാടനം കൂടി ബഹുമാനപ്പെട്ട മന്ത്രി ഒരു വാക്ക് പറഞ്ഞ് അതിവിടെ നിർവഹിക്കും. ഇപ്പോൾ മൊമെൻറ്റോ നൽകുന്നതിനായി ജ്ഞാനായ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. ബഹുമാന്യരെ,
ജ്ഞാനായ കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ പരിപാടികളുടെ ഭാഗമായി കലാമത്സരങ്ങൾ നടക്കുന്നതായി ഇവിടെ സൂചിപ്പിച്ചു. കലയും സാഹിത്യവുമെല്ലാം സാമൂഹ്യ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെ ഹൃദയസ്പർശിയായി ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മീഡിയ. എല്ലാ വർഷവും ജ്ഞാനായ കോൺഗ്രസിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് കലാമത്സരങ്ങൾ മുമ്പ് ചിങ്ങവനത്ത് നടന്നപ്പോഴും പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ആ പരിപാടി ഇന്നിവിടെ വെച്ച് നടക്കുകയാണ്. കലാമത്സരങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായി ഷെവലിയാർ പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കൽ മുൻ സമുദായ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ നമ്മുടെ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ സമർത്ഥരായ കുട്ടികൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന മെറിറ്റ് അവാർഡ് ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി വീണ ജോർജ്, 50 വർഷങ്ങൾ പിന്നിട്ട ജൂബിലേറിയൻ വെരി റവറൻ റോയ് മാത്യൂസ് കോർപ്പിസ്കോപ്പായുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ആശംസകൾ നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ഒരു സ്റ്റുഡൻ്റ് കൂടിയായ കോന്നി MLA ശ്രീ ജനീഷ് കുമാർ, റാന്നിയുടെ പ്രിയങ്കരനായ രാജു എബ്രഹാം XMLA, സമുദായ സെക്രട്ടറി ശ്രീ TO എബ്രഹാം, മുൻ PSC അംഗം ശ്രീ റോഷൻ റോയ് മാത്യു, ഈ യോഗത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്ത റാന്നി വലിയപള്ളിയുടെ പ്രിയപ്പെട്ട വികാരി റവറൻ ഫാദർ അനൂപ് C. സ്റ്റീവൻ, അതുപോലെ തന്നെ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ബിച്ചു ഐക്കാട്ടുമണ്ണിൽ, സെക്രട്ടറി ശ്രീ TK കുര്യൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കൊളമടയച്ചൻ, കൊളമട രാജനബ്രഹാമച്ചൻ, അതുപോലെ തന്നെ ജ്ഞാനായ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അച്ഛൻ, സഹോദരി സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. 5 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കി, അതായത് 1974 വൈദിക പട്ടം സ്വീകരിച്ച് ജ്ഞാനായ സമുദായത്തിൻ്റെ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും ശുശ്രൂഷകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ജ്ഞാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ, ജ്ഞാനായ യുവജന സമാജം, ജ്ഞാനായ വനിതാ സമാജം, ജ്ഞാനായ കോൺഗ്രസ് തുടങ്ങി ഒട്ടനവധി സംഘടനകളുടെ പ്രസിഡൻ്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ജ്ഞാനായ ദീപത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒത്തിരി സ്തുത്യർഹമായ സേവനങ്ങൾ, ഏൽപ്പിച്ച ജോലികളെല്ലാം കൃത്യനിഷ്ഠതയോടെ ഏറ്റവും നന്നായി പ്രവർത്തിച്ച റാന്നി വലിയപള്ളിയുടെ ഒരു ധീരപുത്രൻ തന്നെയാണ്
നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ. നിങ്ങൾക്കറിയാം, അച്ഛൻ്റെ ഇമ്പമേറിയതും അനുതാപകരവുമായ കുർബാന, അതുപോലെ കുർബാനാനന്തരമുള്ള വിജ്ഞാനപ്രദമായ ലഘുപ്രസംഗങ്ങൾ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അതുപോലെ തന്നെ നാടിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നും, അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ഭാവുകങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു വാക്കു മാത്രം കൂടി പറയുന്നു. അതായത്, റാന്നി വലിയ പള്ളിയിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച നമ്മുടെ സമർത്ഥരായ കുട്ടികളെയെല്ലാം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. തുടർന്ന് അവർക്ക് ഇതുപോലെയുള്ള വിജയങ്ങളും അതുപോലെ തന്നെ വലിയ പദവികളും ഒക്കെ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മംഗളപത്ര സമർപ്പണത്തിനായി പ്രസംഗം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാവർക്കും വിഭവസമൃദ്ധമായ കാപ്പി ഒരുക്കിയിട്ടുണ്ട്. അത് കുടിച്ചിട്ട് മാത്രമേ പോകാവൂ. എന്നെ സ്നേഹിക്കുന്ന ആളുകൾ അതിൽ പങ്കുകൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പലരും പോകുന്നതായി കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുന്നേറ്റത്. എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം അതിൽ കൂടിയാണ് പങ്കുവെക്കേണ്ടത്. മംഗളപത്ര സമർപ്പണത്തിനായി ശ്രീ ബിച്ചു ഐക്കാട്ടുപണ്ടിൽ ഇടവക ട്രസ്റ്റിയെ സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, മംഗളപത്രം വായിക്കുകയാണ്. പാരമ്പര്യമായി ലഭിച്ച സത്യവിശ്വാസത്തിൻ്റെ അത്ഭുത സാക്ഷാത്കാരം എന്ന വിശേഷണത്തോടെ സ്നേഹപൂർവ്വം എന്നും ഞങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന പ്രിയ വെരി റവറൻ റോയ് മാത്യു മുളമൂട്ടിൽ കോറപ്പിസ്കോപ്പയ്ക്ക് റാന്നി സെൻറ് തോമസ് വെല്ലുവിളി ഇടവാങ്ങൾ ആദരവോടെ അതിലുപരി ആശംസകളോടെ നൽകുന്ന മംഗളപത്രം. ജ്ഞാനായ പാരമ്പര്യവും പ്രശസ്തിയുമുള്ള മുളമൂട്ടിൽ കുടുംബത്തിലെ മാത്തുക്കുട്ടിയുടെയും കാഞ്ഞിരത്തെങ്കിൽ തങ്കമ്മയുടെയും മകനായി ജനിച്ചു. മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന റോയ് മാത്യു എന്ന കുട്ടി ദൈവിക ചിന്തയിൽ തൽപരനായിരുന്നു. ജ്ഞാനായ സമുദായത്തിലെ പേരുകേട്ട ചാലുപറമ്പിൽ കുടുംബത്തിലെ ക്യാപ്റ്റൻ CM കുര്യൻ്റെയും മറിയാമ്മ കുര്യൻ്റെയും മകളായ ശ്രീമതി ശോഭനയെ 1974 വിവാഹം ചെയ്തു. റോഷൻ, രമ്യ, അറിയു എന്നീ 3 കുട്ടികളോടുകൂടി അനുഗ്രഹീതമായ ഒരു കുടുംബം നയിച്ചു വരുന്നു. റാന്നിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഭോപ്പാൽ സൈഫിയ കോളേജിൽ നിന്നും MA എക്കണോമിക്സ് ബിരുദം നേടി. പ്രമുഖ വ്യാപാരിയായ പിതാവിൻ്റെ പിന്തുടർച്ച ഏറ്റെടുക്കാതെ 1974 സെപ്റ്റംബർ 22 റാന്നി വെല്ലുവിളിയിൽ വെച്ച് വൈദിക വൃത്തിയിലേക്ക് അഭിവന്ധ്യ കിഴക്കിൻ്റെ വലിയ മെത്രോപ്പൊലിത്ത അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രവേശിപ്പിച്ചു. പട്ടമേറ്റതിനു ശേഷം ജ്ഞാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡൻ്റായി 3 വർഷക്കാലം പ്രവർത്തിച്ചു. കോട്ടയം വെല്ലുവിളി വികാരിയായി ആരംഭിച്ച പൗരോഹിത്യ ശുശ്രൂഷ കാലയളവിൽ ചിങ്ങനം ദേറാപ്പള്ളി വികാരിയായി 8 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. യുവജന സമാജം പ്രസിഡൻ്റായി 3 വർഷക്കാലം പ്രവർത്തിച്ചു. ജ്ഞാനായ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് ശേഷം 2ാമത്തെ പ്രസിഡൻ്റായി 11 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. ജ്ഞാനായ മിഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചു. ഈ കാലയളവിൽ മിസ്പ വോയ്സ് എന്ന മാസിക ആരംഭിച്ചു. ജ്ഞാനായ ദീപത്തിൻ്റെ ചീഫ് എഡിറ്ററായി ചുമതലയേറ്റപ്പോൾ മിസ്പ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഇപ്പോൾ ജ്ഞാനായ ദീപത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്നു. റാന്നി വെല്ലുവിളിയിൽ 3 പ്രാവശ്യം വികാരിയായി സേവനമനുഷ്ഠിച്ച് 3 പ്രാവശ്യം അവിടെ നിന്നും പെൻഷനായി കുരിശുപള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നു.
ക്നാനായ കൺവെൻഷൻ വനിതാ സമാജം മേഖലാ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ചു. ഇപ്പോൾ കേരള ക്രിസ്ത്യൻ കൗൺസിൽ, റാന്നി ഐക്യുമെനിക്കൽ സൊസൈറ്റി, പഴവങ്ങാടി പഞ്ചായത്തിലെ പൂവത്തുകുന്ന് സർവീസ് സൊസൈറ്റി എന്നിവയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. സാമൂഹ്യ, രാഷ്ട്രീയ, ആധ്യാത്മിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ക്നാനായ സമുദായത്തെ മിക്ക പ്രമുഖ ദേവാലയങ്ങളിൽ വികാരിയായി പ്രവർത്തനം നടത്തി. വെള്ളിപ്പള്ളിയിൽ വികാരിയെ സേവനം ചെയ്യുമ്പോൾ 4 കുരിശൻ തൊട്ടികൾ സ്ഥാപിക്കുന്നതിനും തോട്ടമൺ കുരിശൻ തൊട്ടി കുദാശ ചെയ്യുന്നതിനും സാധിച്ചു. വെള്ളിപ്പള്ളിയുടെ 2 അനക്സും അതിൻ്റെ മുഖാവരണവും പണി നടത്തി. വിശുദ്ധ മദ്ബായിലെ കുദ്കുദിശിൻ പണി മനോഹരമാക്കി. കല്ലറകളുടെ ഇടയിൽ ചെടി വെച്ച് പിടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. വെള്ളിപ്പള്ളിയും കുരിശുപള്ളികളും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ വടക്ക് സുൽത്താൻ ബത്തേരി മുതൽ തെക്കേറ്റം വരെയുള്ള 900 പരം പള്ളികളിൽ കൺവെൻഷൻ പ്രസംഗങ്ങൾ നടത്തി. ഭോപ്പാൽ സെൻറ് തോമസ് ജാക്കബൈറ്റ് പള്ളിയിൽ ആരംഭിക്കാൻ സാധിച്ചു. ഡൽഹി ക്നാനായ പള്ളിയുടെ പ്രഥമ വികാരിയായി സേവനം നടത്തി ഇടവക രൂപപ്പെടുത്തി. വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ ക്രിസ്തീയ ഭാവനയ്ക്കനുസരിച്ച് പക്വതയും പഠന താല്പര്യവും കൃത്യനിഷ്ഠതയും വിനയവും ഗുരുഭക്തിയും മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ സവിശേഷതകളെല്ലാം പാലിച്ചു വരുന്നു എന്നും തികച്ചും സത്യാർഹമാണ്. ക്നാനായ സമുദായത്തോടും അന്നും ഇന്നും വെച്ച് പുലർത്തുന്ന ബന്ധം, അതിൻ്റെ തീക്ഷ്ണത പുതിയ തലമുറയ്ക്ക് മാതൃകയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ നിരവധി തവണ നേരിടേണ്ടി വന്നിട്ടും ദൈവവിശ്വാസത്തിൽ തൻ്റെ ജീവിതം വേരുറപ്പിച്ച് സധൈര്യം പോരാടി. ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും ദൈവകൃപാ കടാക്ഷം കൊണ്ട് അലിയിച്ചു കളയുവാൻ അച്ഛന് കൃപാവരം ലഭിച്ചു. അച്ഛൻ്റെ ശക്തമായ പ്രാർത്ഥന, അതാണ് അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ള ആയുധം. ആയുധം കൊണ്ട് പോരാടി ആത്മീയ ശ്രേഷ്ഠകൾക്ക്, ആത്മീയ മക്കൾക്ക് നല്ല മാതൃക കാട്ടിക്കൊടുക്കുവാൻ സദാ സന്നദ്ധ പ്രകടിപ്പിക്കുന്ന വന്ധ്യ വൈദിക ശ്രേഷ്ഠ, അങ്ങയ്ക്ക് ആയുരാരോഗ്യ സൗഭാഗ്യ സമ്പദ് സമൃദ്ധമായ ഒരു ജീവിതം, ആത്മീയ ജീവിതത്തിൻ്റെ പരിവേഷത്തിൽ അലങ്കൃതമായ ഒരു ജീവിതം അങ്ങയുടെ ആത്മീയ മക്കൾ നേരുന്നു. എല്ലാ കൃപാവരങ്ങളും അനുഗ്രഹത്തിൻ്റെ അധിപതി ഒരു വൻമഴ പോലെ അങ്ങയുടെ ജീവിതത്തിലും ആത്മീയ ഭൗതിക പ്രവർത്തന മേഖലകളിലും ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസകളോടെ റാന്നി സെൻറ് തോമസ് വെള്ളിപ്പള്ളി ഇടവാങ്ങൾ. അടുത്തതായി വെരി റെവറൻ റോയി മാത്യു കോറപ്പിസ്കോപ്പ അച്ഛനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കാനായി ബഹുമാനപ്പെട്ട വൈദികരെ ക്ഷണിച്ചോളൂ. മറുപടി പ്രസംഗത്തിനായി വെരി റെവറൻ റോയി മാത്യു കോറപ്പിസ്കോപ്പ അച്ഛനെ സ്നേഹാദരവുകളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മന്ത്രി വാസവൻ, വീണ ജോർജ് MP, സതീഷ് കുമാർ MLA, ജിനീഷ് കുമാർ MLA, സമുദായ സെക്രട്ടറി ബഹുമാനപ്പെട്ട TO എബ്രഹാം, രാജു എബ്രഹാം MLA, ഈ പള്ളിയുടെ ചുമതലകൾ വഹിക്കുന്ന ബിച്ചുവും തേക്കാട്ടിൽ ബാവു, മറ്റ് വിശിഷ്ട അതിഥികളെ, അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെയധികം സന്തോഷത്തോടും അതീവ കൃതജ്ഞതയോടും കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 1974 സെപ്റ്റംബർ മാസം 14-ാം തീയതി അഭിമന്യ മെത്രാപ്പോലീത്തായുടെ സഹോദരനായ വൈലായിടുക്കള കാലം ചെയ്തു, മരിച്ചു. അദ്ദേഹത്തിൻ്റെ 9-ാം ദിവസം ഞായറാഴ്ച, അതായത് സെപ്റ്റംബർ 22, 14 ശനിയാഴ്ച മരിച്ചു. 22-ാം തീയതി ഞായറാഴ്ചയായിരുന്നു 9-ാം ദിവസമായി ഇവിടെ ആഘോഷിച്ച ദിവസം. അന്ന് നേരത്തെ തന്നെ പട്ടം കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ദുഃഖമുള്ള ഒരു അന്തരീക്ഷമായതുകൊണ്ട് മാറ്റിവെക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ തിരുമനസ്സുകൊണ്ട് അന്ന് തീർച്ചയായും കൊടുക്കുമെന്നുള്ള തീരുമാനത്തോടുകൂടെ എന്നെ വൈദിക പഠനത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അഭിമന്യ തിരുമേനിയാണ് എന്നെ ആദ്യമായി മാമോദിസ മുക്കിയത് എന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം
റാന്നിയിൽ വെച്ച് ആദ്യമായി കാലുകഴുകൽ ശുശ്രൂഷ നടത്തിയപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഒരിക്കൽ ആൾ വിട്ടിട്ട് പറഞ്ഞു, റോയി മോനെ വേണം കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് യോഹന്നാനായിട്ട് എടുക്കാനെന്ന് പറഞ്ഞു. അന്ന് വൈദികരല്ലായിരുന്നു, വൈദികർ 1-2 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അൽമായക്കാരായിരുന്നു. 2-3 ചെറുപ്പക്കാരും ഇതിൽ ഏറ്റവും ചെറുപ്പമുള്ളവനായി എന്നെയും, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ 8-9 വയസ്സ് മാത്രമേ ഉള്ളൂ. അന്ന് എൻ്റെ കാലുകൾ അഭിമന്യ തിരുമനസ്സുകൊണ്ട് കഴുകി. എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ, തിരുമേനിയും മേടമാസം 7-ാം തീയതിയാണ് ജനിച്ച്, ഞാനും മേടമാസം 7-ാം തീയതിയാണ്. അദ്ദേഹം എപ്പോഴും പറയും, എല്ലാ കുർബാനകളിലും എൻ്റെ പിറന്നാൾ ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അച്ഛനുണ്ടാവും എന്നുള്ള ചിന്തയോടുകൂടെയാണ് എന്നെ വൈദികനാക്കി തീർക്കാൻ തിരുമേനി നിർബന്ധിച്ചത്. വൈദികനാക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ 2 പെങ്ങന്മാരുടെ ജനനത്തിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് തീരാ രോഗം വന്ന് നാഗർകോവിൽ ആശുപത്രിയിലെ ചികിത്സയിൽ കഴിഞ്ഞ സമയത്ത് അച്ചായന് വളരെയധികം ദുഃഖമുണ്ട്, ഒരു ആൺകുട്ടി ഉണ്ടാകണമെന്ന്. അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഭരണങ്ങാനത്ത് അന്ന് ജീവനോടെ ഉണ്ട് എപ്പോഴുള്ള വിശുദ്ധയായ അൽഫോൻസ അമ്മ, അച്ചായനും അമ്മയും കൂടെ അമ്മയുടെ അരികിൽ ചെന്ന്, അന്ന് വിശുദ്ധയാണ്, പലരും അമ്മയുടെ അരികിൽ ചെന്ന് സൗഖ്യം പ്രാപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ കൈ വെച്ചിട്ട് പറഞ്ഞു, ഒരാൺകുഞ്ഞ് അടുത്ത വർഷം ഈ സമയത്ത് ഉണ്ടാകും, അവനെ വൈദികനാക്കണമെന്ന്. ആ വിശുദ്ധയായ അൽഫോൻസ അമ്മയുടെ ആ ദർശനമാണ് എന്നെ വൈദിക വൃത്തിയിലേക്ക് ഉയർത്തുവാൻ ഇടയായതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം എന്നെക്കുറിച്ച് ദീർഘദർശനത്തോടുകൂടെ കണ്ട ഒരു വിശുദ്ധയാണല്ലോ അമ്മയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഓർപ്പിച്ചത് എപ്പോഴും തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. റാന്നി വെല്ലുവിളിയുടെ ഈ മാമോദീസ തൊട്ടി അത് പുതുക്കാൻ തുടങ്ങിയപ്പോൾ അറക്കലച്ചനെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പഴയ തൊട്ടി ഒരിക്കലും പൊളിച്ചു കളയരുത്. ആ പരിമല തിരുമേനിയുടെ കാലത്ത് പള്ളി പുതുക്കി പണിതപ്പോൾ വിശുദ്ധനായ പരിമല തിരുമേനി ശുദ്ധീകരിക്കപ്പെട്ട ആ മാമോദീസ തൊട്ടിയിൽ ജനിച്ചിട്ടുള്ള, അവിടെ മാമോദീസ മുക്കിയിട്ടുള്ള ആൺമക്കളെല്ലാവരും പ്രശസ്തരായി തീരും. അതുകൊണ്ട് അത് ഒരിക്കലും മാറ്റരുതെന്ന് ഞങ്ങൾ 2 പേരോടും പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പള്ളി പണിക്കും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. 50 വർഷത്തെ സേവനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ എൻ്റെ കണ്ണുമുമ്പിൽ നിന്ന് മറഞ്ഞുപോയി. എനിക്ക് പട്ടം തരുന്ന ദിവസം മദ്ബഹായിലെ ബഹുമാനപ്പെട്ട ചെരുറമ്പിൽ അച്ഛന്, ബഹുമാനപ്പെട്ട താഴത്തച്ഛന്, മുണ്ടപ്പലാക്കലച്ഛന്, മുണ്ടോട്ടക്കൽ അച്ഛന് എല്ലാവരും സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ന് അവരെല്ലാവരും മൺമറഞ്ഞു. ഞാനിന്ന് വിശുദ്ധ കുർബാനയിൽ എല്ലാവരെയും ഓർക്കും. ബഹുമാനപ്പെട്ട പെരക്കലെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊതുയോഗം വൈദികനാക്കുന്നതിന് പൊതുയോഗം തിരഞ്ഞെടുത്തപ്പോൾ അന്ന് എന്നെ വൈദികനാക്കണമെന്ന് പൊതുയോഗം പാസ്സാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട പെരക്കലച്ഛന് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ടോമിയും ഞാനും കൂടെ ഒരുമിച്ച് സ്നേഹിതരും പഠിക്കുന്നവരുമായതുകൊണ്ട് എന്നെ ടോമിയോട് പറഞ്ഞയച്ച് ഞാനിവിടെ വന്നപ്പോൾ അച്ഛനെ അമ്മായി പറഞ്ഞു, അച്ഛൻ എവിടെയോ പുറത്തെവിടെയോ കാണും. സന്ധ്യ അടുത്ത സമയത്താണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് കൊടിയേലിരുന്ന് മുളക് പറിക്കുകയാണ്. വൈദികനായ ഒരു അച്ഛനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ആദ്യം കണ്ട ധാരണ അതാണ്. അത് കഴിഞ്ഞ് പലപ്പോഴും ചെരുവറമ്പിൽ ചെല്ലുമ്പോൾ അവിടെ ചെരുവറമ്പിലെ അച്ഛന് കയ്യാല കെട്ടും, മിറ്റം തൂക്കും, എപ്പോഴും ഒരു ചുക്കില് പോലും കണ്ടാൽ അതെല്ലാം സൂക്ഷിച്ച് ചെയ്യും. അതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ ഈ പള്ളി ഞാനെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും, എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ വരുമ്പോൾ ഞാനിവിടെ എല്ലാം നോക്കും, ചുക്കിലി ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ആരെയും വിളിച്ച് കാണിക്കും. അത് മദ്ബഹായെയും പള്ളിയെയും മാത്രമല്ല, വീടും പരിസരങ്ങളും പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിച്ച വൈദിക ശ്രേഷ്ഠരായിരുന്നു. അവരൊക്കെ വലിയ പ്രഗത്ഭരാണ്. റാന്നിയിലെ ആദ്യത്തെ MA ബിരുദധാരിയായ പെരക്കലച്ചന് പുരയിടത്തിലെ കൃഷിയും അതോടൊപ്പം തന്നെ
എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ബലഹീനനായ എനിക്ക് എന്തുകൊണ്ട് സാധിക്കുകയില്ല എന്ന് ഓർത്തുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ പുരയിടത്തിലൊക്കെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ അച്ഛന്മാരുടെ പ്രവൃത്തികളാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. ഇത് ഞാൻ എൻ്റെ കൊച്ചച്ഛന്മാരോടൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ വളരെ അഭിമാനത്തോടെ ഓർപ്പിക്കട്ടെ, 26 അച്ഛന്മാരായിരുന്നു എനിക്ക് പുറകിലുള്ളായിരുന്നത്. ഇപ്പോൾ 25 വൈദികർ, ഒരാൾ കൂടെ അതിന് ശേഷം അറക്കലച്ചനും ശേഷം പാറാനിക്കലച്ചനൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷം ഒരാളുകൂടെ പട്ടമേറ്റതുകൊണ്ട്, പുളിമൂട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള അച്ഛൻ പട്ടമേറ്റതുകൊണ്ട് 25 വൈദികർ എൻ്റെ അനിയന്മാരായി ഈ പള്ളിയിലുണ്ട്. ഞങ്ങൾ എപ്പോഴും ഈ ദേവാലയത്തെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വീടിനേക്കാൾ കൂടുതലായി ഈ പള്ളിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഇവിടെയുള്ള ഓരോ കുടുംബാംഗങ്ങളെയും എനിക്ക് അറിയാം. റോഷൻ ഓർപ്പിച്ചതുപോലെ പിള്ളേരെപ്പോഴും പറയും, പപ്പായിക്ക് പള്ളിയാണ് വലിയ കാര്യം. ശോഭനയാണെങ്കിലും എപ്പോഴും ചോദിക്കും, എല്ലാത്തിനും പള്ളി 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 എന്ന് പറഞ്ഞ് ഓടുന്നത് എന്തിനാണ് എന്നൊക്കെ ഓർപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും ഈ ദേവാലയം അതിൻ്റെ പരിശുദ്ധത നിലനിർത്തിക്കൊണ്ട് 2000 കുടുംബങ്ങളും ഒരുപോലെ നിന്നുകൊണ്ട്, അതായത് എല്ലാ കുരിശുപള്ളികളും വലിയ പള്ളി എന്നുള്ള ചിന്തയോടുകൂടെ പോകണമെന്നുള്ള ആഗ്രഹമാണ്. കുരിശുപള്ളിക്കാർ ഒത്തിരി പേര് എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ഏത് കുരിശുപള്ളിയിലിരുന്നാലും സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കും. നിങ്ങൾ ഏത് പള്ളി ഇടവക്കാരെന്ന് ചോദിക്കുമ്പോൾ പഴയ അച്ഛന്മാരൊക്കെ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവർ പറയും എടക്കുളം പള്ളിയാണ്, വൈക്കം പള്ളിയാണെന്ന് പറയുമ്പോൾ ഞാൻ അവരെ നിർത്തിയിട്ട് പറയും, അതല്ല, ഇടവകയെന്ന് പറഞ്ഞാൽ റാന്നി വലിയ പള്ളി. അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, റാന്നി വലിയ പള്ളി. ഞാൻ ഒരിക്കലും റാന്നി ജ്ഞാനായ വലിയ പള്ളി എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. കാരണം റാന്നി വലിയ പള്ളി റാന്നിക്കാരുടെ പള്ളിയാണ്. ജ്ഞാനായക്കാരുടെ വലിയ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിപ്പോവും. അതുകൊണ്ട് എൻ്റെ ആളുകളോട് ഞാൻ പറയും, ചിലപ്പോൾ ചില മരണത്തിൻ്റെയൊക്കെ പരസ്യങ്ങൾ കാണുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് മനോരമയിലിടുമ്പോൾ ഹരിയോട് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആര് ജ്ഞാനായ വലിയ പള്ളി എന്ന് എഴുതിയാലും ഞാൻ നിന്നെ വഴക്ക് പറയും, അതുകൊണ്ട് അത് വെട്ടിക്കളയണമെന്ന് പറയും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എൻ്റെ ശേഷമായിരുന്നാലും ചില അച്ഛന്മാരൊക്കെ വന്ന് പറയും, ഞാൻ കോട്ടയം വലിയ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് കോട്ടയം സെൻറ്റ് മേരീസ് ജ്ഞാനായ പള്ളി എന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നു, 76 അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് ഈ കോട്ടയത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണിത്, അതിനാണ് വലിയ പള്ളി എന്ന് പേരിട്ടിരിക്കുന്നത്. ഇത് ജ്ഞാനായക്കാരുടെ വലിയ പള്ളി എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പുരാതനമായ ദേവാലയം നമ്മുടെ ദേവാലയം കോട്ടയം വലിയ പള്ളി എന്ന് പറയുന്നതാണല്ലോ അഭിമാനം. അതുപോലെ റാന്നിയിലെ ഏറ്റവും പുരാതനമായ അതിപരിശുദ്ധമായ ഈ ദേവാലയം, ആ ദേവാലയത്തിന് റാന്നി വലിയ പള്ളി എന്ന് മാത്രം പറയുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. സെൻറ്റ് തോമസ് എന്ന പേര് എങ്ങനെയായിട്ടെന്ന് ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു. മറ്റേ പള്ളികളിലൊക്കെയും സെൻറ്റ് മേരീസ് എന്നാണ് ആദ്യം തുടക്കം. നമ്മുടെ പള്ളികളെല്ലാം കടുത്തുരുത്തി സെൻറ്റ് മേരീസാണ്, ഉദയംപേരൂർ സെൻറ്റ് മേരീസാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ കോട്ടയം വലിയ പള്ളി സെൻറ്റ് മേരീസ്, പിന്നെ കല്ലിശ്ശേരി പള്ളി സെൻറ്റ് മേരീസ്. ഇങ്ങനെ ആദ്യം മുതലേ സെൻറ്റ് മേരീസ് വന്നതിന് ശേഷം നമ്മുടെ തിരിഞ്ഞതിന് ശേഷം, കത്തോലിക്കരുമായി തിരിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഇതിന് സെൻറ്റ് തോമസ് എന്ന പേരിടാനിടയായതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിരണത്ത് നിന്ന് മാർ തോമാസ് ലീഹ പള്ളിയുടെ ഇതിലെ പമ്പയുടെ തീരത്തുകൂടിയാണ് നിലയ്ക്കലേക്ക് പോയത്. അപ്പോൾ റാന്നി പള്ളിയുടെ മുൻവശത്തുള്ള, അന്ന് പള്ളിയൊന്നുമില്ല, നമ്മുടെ പള്ളിക്കടവിലെ പാറയിൽ വന്നിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അന്നിവിടെ ഒരുപാട് ആദിവാസികളുണ്ടായിരുന്നു, വനമാരുടെ ഭാഗത്തൊക്കെ ആദിവാസികളുണ്ടായിരുന്നപ്പോൾ അവരിൽ മുങ്ങി മരിക്കാൻ ഒരുങ്ങിയ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് വന്ന് വെള്ളം മരിച്ചു എന്ന് തോന്നി കൊണ്ടുവന്ന് ഈ സിദ്ധനായ മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തി അദ്ദേഹം പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്തപ്പോൾ ആദിവാസികളിട്ട പേരാണ് ദേവരുകുന്ന്. അതാണിത്. ദേവരുകുന്നിലാണ് ഈ പള്ളി ഇരിക്കുന്നത്, ദേവൻ്റെ കുന്ന്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഇതിന് സെൻറ്റ് തോമസ് എന്ന് പേരിടാനിടയായത്. പരിശുദ്ധനായ തോമാസ് ലീഹായുടെ തൃപ്പാദങ്ങളാൽ സ്പർശിക്കപ്പെട്ട കടവാണ് നമ്മുടെ കടവ്. ആ കടവിൻ്റെ മുകളിലിരിക്കുന്ന പള്ളി, അതുകൊണ്ട് ദേവരുകുന്നെന്ന പള്ളി ഇത് പള്ളിയിലെ തോമാസ് ലീഹായുടെ തിരുനാമത്തിൽ സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം ഇവിടെ അതിപുരാതനമായ സുറിയാനി വേദപുസ്തകം ലിഖിതം, അതായത് എഴുത്തോലകളാൽ എഴുതപ്പെട്ടതായ പുസ്തകം ഇവിടെ ഉണ്ടായിരുന്നു. ആ പുസ്തകമാണ് ബുക്കാനാൻ സാഹിബ്
1805 ഈ ദേവാലയം സന്ദർശിച്ചപ്പോൾ ഇവിടെ വരികയും ഈ ദേവാലയത്തിൽ നിന്ന് അന്ന് ഇവിടെ വികാരിയായി പ്രവർത്തിച്ചിരുന്നത് പാണവലാക്കൽ അച്ഛനാണ്. അച്ഛനും അന്നത്തെ ഭാരവാഹികളും ആ വേദപുസ്തകം തർജ്ജമ ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തായിരുന്ന പുലിക്കോട്ടിൽ മാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടെ ബുക്കാനാനെ ഏൽപ്പിക്കുകയും ആ പുസ്തകം നമ്മുടെ അടൂർ ഉള്ള റമ്പാച്ചൻ അത് തർജ്ജമ ചെയ്യുകയും ആ പുസ്തകമാണ് ഇന്ന് ഇവിടെയുള്ള മലയാളം വേദപുസ്തകം. അപ്പോൾ നമുക്ക് എന്ത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ബന്ധുക്കോസുകാരും പ്രോട്ടസ്റ്റന്റുകാരും ഒക്കെ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ഈ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥരാരാണ്? ഞങ്ങളാണെന്ന് പറയണം. റാന്നി വെല്ലുവിളി ആണ് ഇതിൻ്റെ ഉടമസ്ഥർ. മലയാളം വേദപുസ്തകത്തിൻ്റെ ഉടമസ്ഥർ നമ്മളാണ്. അതുകൊണ്ട് ആ അഭിമാനത്തോടുകൂടെ എല്ലാ വിധത്തിലും എല്ലാ നിലകളിലും ഉയർന്നു ശോഭിപ്പാൻ തക്കവണ്ണം ഈ ഇടവകയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും പരിമല തിരുമേനിയുടെ തൃപ്പാദങ്ങളാൽ സ്പർശിക്കപ്പെട്ടത് മാത്രമല്ല, പഴയ പള്ളി പൊളിച്ച് അത് പൂർത്തീകരിക്കുന്നത് വരെ, അതായത് കഴിഞ്ഞ ഈ പള്ളിക്ക് മുമ്പുള്ള പള്ളി പൊളിച്ച പണി, അതിനു മുമ്പുള്ള പള്ളി, അതായത് 1905 അദ്ദേഹം ഇവിടെ വരുമ്പോൾ ആ പള്ളി പൊളിച്ച് മനോഹരമാക്കത്തക്കവണ്ണം അന്നത്തെ നിലയ്ക്ക പള്ളിയുടെ നിരണം പള്ളിയുടെ ആ മാതൃകയിൽ ഒരു പള്ളി ഇവിടെ സ്ഥാപിക്കത്തക്കവണ്ണം 1 വർഷക്കാലം ഇവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം താമസിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അറിയാം. ഇവിടെ വെച്ച് അത്ഭുതങ്ങൾ നടന്നതും ചെമ്പമുഖത്തുള്ള തെങ്ങും തോട്ടത്തിലെ ഒരാളുടെ കുഷ്ഠരോഗം മാറ്റിക്കൊടുത്തതും മക്കളില്ലാതിരുന്ന കുരുടാമണ്ണിലെ ഒരാൾക്ക് മക്കളുണ്ടായി കൊടുത്തതും ഒക്കെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. റാന്നി പള്ളിയിൽ വെച്ച് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അന്ന് ചെറുപറമ്പിലച്ഛനോട് പറയുമായിരുന്നു, ആ പള്ളിയുടെ മുകളിലുണ്ടായിരുന്ന കുരിശ് ആശാരി പൊക്കാൻ തുടങ്ങിയപ്പോൾ തിരുമേനി പറഞ്ഞു, അവിടെ എന്നും ജനങ്ങൾ കുരിശ് വരയ്ക്കേണ്ട സ്ഥലമാണത്, ഞാൻ തന്നെ കയറി വെക്കാമെന്ന് പറഞ്ഞ് പഴയ പള്ളിയുടെ ഉയരത്തിലിരുന്ന ആ കുരിശ് അദ്ദേഹം തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് പ്രതിഷ്ഠിച്ചുവെന്ന് ഉള്ളതും ഒരു സ്മരണീയമായ കാര്യമാണ്. അങ്ങനെ അനേക പാത്രികൃഷ്ണന്മാരുടെയും പരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ പാത്രികൃഷ്ണ ബാവായുടെ ഒക്കെ തൃപ്പാദങ്ങളാൽ സ്പർശിക്കപ്പെട്ട പുണ്യഭൂമിയാണ് ഈ ദേവാലയം. ഇവിടെ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വയലായിടുക്കള, അതുപോലെ തന്നെ 25 വർഷക്കാലം MLA ആയി ഈ ജനസേവനം നടത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഈ ഇടവകയുടെ പ്രിയപുത്രനായിരിക്കുന്ന രാജു അബ്രഹാം, അതുപോലെ തന്നെ കുന്നിരിക്കലെ സക്കറിയാസ് MLA, ഇങ്ങനെ പല നേതാക്കന്മാർക്കും ജന്മം കൊടുത്തിട്ടുള്ള ഈ ദേവാലയം എന്നും പ്രഗത്ഭമാണ്, പ്രശസ്തമാണ്. ഇവിടെയുള്ള നമ്മുടെ മക്കൾക്കും അങ്ങനെയുള്ള പ്രാഗൽഭ്യത്തോടുകൂടിയുള്ളതായ ജീവിതമുണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളത്, ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അനൂപച്ഛന് ഇവിടെ ചാർജ് എടുത്തപ്പം പോലെ അച്ഛനൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ എങ്ങനെയല്ലോ ഒന്ന് അച്ഛൻ്റെ കാലത്ത് അടക്കണോ. അച്ഛന് ഇവിടെ ഇല്ലേ, എങ്ങനെയെങ്കിലും നല്ലൊരു അച്ഛൻ നല്ല ശവസംസ്കാര ശുശ്രൂഷ ചൊല്ലാൻ നല്ല മിടുക്കണം. അപ്പം ഈ അന്നത്തെ അച്ഛനെ ആദ്യമായിട്ട് കുറ്റുപള്ളി ചെന്നപ്പോഴാണ് തോന്നുന്നു മടുക്കൂലച്ഛൻ മരിച്ചല്ലേ, അതിനും പാടോ. ഏതായാലും അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. നടക്കുമെന്ന് എൻ്റെ വിചാരം. അച്ഛന് 3-4 മാസം കൂടെ ഉണ്ടായതിന് മുമ്പ് ഞാൻ പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില സഹോദരിമാരോടൊക്കെ പറയും, ഞാൻ അടുത്ത പ്രസംഗത്തിന് കാണുമ്പോൾ ഇവർ പറയും കൊതിപ്പിക്കാതെന്ന് പറയാറുണ്ട്. ഇവിടെ വന്ന് പറയുമ്പോൾ മരിക്കാനൊന്നും പോകുന്നില്ലെന്നാണ് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരും ഇന്നലെ ഇവാനിയോസ് തിരുമേനിയെ കണ്ടപ്പോൾ പറഞ്ഞു, ജൂബിലി നടത്തി കഴിഞ്ഞാൽ ആ വർഷം വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാകും, മരിക്കുമെന്ന്. ഇത് പേടിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ഏക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, ഞാൻ ഓർപ്പിക്കുകയാണ്. എനിക്ക് ഈ അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഐക്യം, ഏകത, സ്നേഹം, ദൈവവിശ്വാസം, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ഭരമേൽപ്പിച്ചു തന്നതായ സത്യവിശ്വാസം, അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും ഭക്തിയും, അതെന്നും നിലനിർത്തിക്കൊണ്ട് ജ്ഞാനായ സമുദായത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ നന്മകളും അനുഭവിച്ച് ജീവിച്ച് തലമുറകൾക്ക് ഈ വിശ്വാസം, ഓർത്തഡോക്സ് വിശ്വാസം
തലമുറകൾക്ക് പങ്കിട്ട് കൊടുക്കുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ അങ്ങനെ ജീവിച്ചവരാണ്. മക്കൾക്ക് സത്യവിശ്വാസം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഏൽപ്പിച്ചതായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിച്ച് മുമ്പോട്ട് പോയി തലമുറകൾക്ക് അത് പങ്കിട്ട് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഃഖം എനിക്കുണ്ട്. എൻ്റെ ജൂബിലിയിൽ 4 മെത്രാച്ചന്മാരും കൂടി ഒരുമിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിക്കാതെ വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ ആ വിടവ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ഇടവക സമുദായത്തിലെ ഏറ്റവും വലിയ ഇടവകയാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മെത്രാച്ചന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഞങ്ങൾ പരിഹരിക്കണമെന്നുള്ള നിർബന്ധത്തോടുകൂടെ അവരെ നിർബന്ധിപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാകുമ്പോൾ തീർച്ചയായും ഈ പ്രശ്നം തീരും. അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ തീർന്ന് മെത്രാച്ചന്മാർ ഒന്നായി തീർന്ന് സമുദായം ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട തങ്കച്ചന് ഇപ്പോൾ സമുദായത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ബലം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അനൂപച്ചന് ഇവിടെ വന്ന് ഈ ജൂബിലി ഇത്രയും ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം ക്രമീകരിച്ചു. എൻ്റെ അനന്തരവൻ്റെ മകനാണ് ബിച്ചു. എന്നാലും ട്രസ്റ്റി എന്ന നിലയിലും ബാബു കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി അവർ രണ്ടുപേരുടെയും പ്രത്യേകിച്ച് കമ്മിറ്റിക്കാരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും ഇത് വിജയകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചതിൽ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ വിനീതമായി ഞാൻ പറയുകയാണ്, സമുദായത്തിലെ ഏതെല്ലാം കക്ഷികളുണ്ടായാലും റാന്നി വലിയ പള്ളി കർത്താവിനോടുകൂടെ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഇടവകയായി നിന്നുകൊണ്ട് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു വലിയ ജനതയായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഏവെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുകയെന്ന്. പരീശന്മാരും ശാസ്ത്രിമാരും ബാഹ്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നിൽക്കുകയും അവരുടെ പ്രാർത്ഥനകളൊക്കെ ബാഹ്യപ്രകടനങ്ങളായിരുന്നു, ആന്തരികമായി അവർക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ബാഹ്യമായ ഭക്തിപ്രകടനങ്ങളിൽ മാത്രം പാരമ്പര്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ആ സമൂഹത്തെ കണ്ടുകൊണ്ടാണ് അവരെ എപ്പോഴും ശകാരിച്ചു കൊണ്ടിരുന്നത്. എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ബാഹ്യമായ ഭക്തിപ്രകടനങ്ങളൊക്കെ വിട്ടിട്ട് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിലുള്ളതായ ദൃഢമായ വിശ്വാസം അത് നിലനിർത്തിക്കൊണ്ട് ദൈവത്തെ എതിരേൽപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോഷൻ ഓർപ്പിച്ചതുപോലെ 2 മരണങ്ങളിൽ നിന്ന് ദൈവം എന്നെ, അതിശക്തമായ 2 രോഗങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ റോഷൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇളയ മകന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ തിണ്ണയിരുന്നുകൊണ്ട് പറഞ്ഞു, ഇളയ മോൻ പറഞ്ഞു, നമ്മളോട് വലിയ ഡോക്ടർ, ഞാനതുവരെ കേട്ടില്ല, ഡോക്ടർ പറഞ്ഞു 4 മാസത്തിൽ കൂടുതലൊന്നും നിൽക്കത്തില്ലെന്നല്ലേ പറഞ്ഞ്, പപ്പ ഇപ്പോൾ 5 വർഷമായല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ഡോക്ടറെ വിളിച്ചു പറ, 6 വർഷമാകുമ്പോഴത്തും നിൽക്കുന്ന ഒരച്ഛൻ. ക്യാൻസർ വന്ന പലരും പോയി, എന്നെ നിർത്തിയിരിക്കുന്നത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവമാണ്. ഞാൻ അവൻ്റെ സാന്നിധ്യം രുചിച്ചറിയുന്നുണ്ട്. അവൻ ആ അത്ഭുത മന്ത്രിയെ വീരനാം ദൈവമെന്ന യഹോവയെ രുചിച്ചറിയുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചു. അതാണ് എനിക്ക് എൻ്റെ ഇടവക്കാരോട് പറയാനുള്ളത്. എനിക്ക് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗ സൗഖ്യത്തിന് ക്യാൻസർ വരുന്നവരൊക്കെ റോയിച്ചനെ സൗഖ്യമാക്കി ദൈവമേ എന്നെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, നമുക്ക് ആ വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം അത് നഷ്ടപ്പെടുത്താതെ ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കത്തക്കവണ്ണം തിന്മയെ നമുക്ക് അകറ്റി നിർത്തിക്കൊണ്ട് അനുകൂലമായി ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ അനുഗ്രഹത്തിൻ്റെ മക്കളായി ഉയർന്നു ശോഭിപ്പാൻ സാധിക്കും. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
പൊന്നാട അണിയിച്ച് അച്ഛനെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി വൈദികരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ജ്ഞാനായ കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി സ്മിജു ജേക്കബ് മറ്റക്കാട്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗത്തെ സ്വാഗതം ചെയ്യുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ റാന്നി അസംബ്ലിയുടെ പ്രസിഡൻ്റായിട്ട് എല്ലാ കേരള കൗൺസിലിലെ ക്രിസ്ത്യൻ സഭകളെയും എക്യുമെനിക്കൽ പ്രസ്ഥാനം എന്ന നിലയിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് വന്ദനായ റോയി മാത്യു കോറെപ്പിസ്കോപ്പ അച്ഛൻ്റെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന നിലയിലും ഞാനും അതുപോലെ തന്നെ സമുദായ സെക്രട്ടറി കേന്ദ്ര എക്സിക്യൂട്ടീവ് ഉള്ള ആളാണ്. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് അച്ഛനെ ഇപ്പോൾ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുക. മറ്റൊരു പ്രാധാന്യമറിയിക്കുന്ന ചടങ്ങ് കൂടി ഇവിടെ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. 32 വർഷക്കാലം റാന്നി സെൻറ് തോമസ് വലിയ പള്ളിയുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി സേവനം ചെയ്ത് റിട്ടയർ ചെയ്ത സുവിശേഷകൻ ശ്രീ PC ജോസഫ് പുത്തൻപുരയ്ക്കലിന് ഇപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ളതായ സേവനങ്ങൾ റാന്നി സെൻറ് തോമസ് വലിയ പള്ളിക്കും അതുപോലെ തന്നെ സുവിശേഷ തൽപരനായ അദ്ദേഹം സുവിശേഷ പ്രഘോഷണം നടത്തുകയും അതുപോലെ തന്നെ അനേകം ആളുകളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതിനുമൊക്കെ അദ്ദേഹത്തിന് സാധ്യമായി തീർന്നിട്ടുണ്ട്. ഈ ഇടവകയുടെ പേരിൽ ഈ ചടങ്ങിൽ വെച്ച് പ്രത്യേകമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുകയും ചെയ്യുകയാണ്. മംഗളപത്രം സമർപ്പിക്കുന്നതിനായി ശ്രീ ബിജു ഐക്കാട്ടുമണ്ണിൽ ഇടവക ട്രസ്റ്റിയെ ക്ഷണിക്കുന്നു. മംഗളപത്രം സമർപ്പിക്കുന്നതിനായി ഇടവക വികാരി റവറൻഡ് ഫാദർ അനൂപ് സി സ്റ്റീഫൻ അച്ഛനെ ക്ഷണിച്ചുകൊള്ളും. വകയായി ഈ മംഗളപത്രം നൽകുകയാണ്. അച്ഛന് മുളമൂട്ടിലെ സ്നേഹിക്കുന്നതിനേക്കാളും നല്ലത് കൂടുതൽ സ്നേഹിക്കുന്നത് റാന്നി വെല്ലുവിളിയാണ്. ഒരുപക്ഷെ മംഗളപത്രം ഇവിടെ തന്നെ വെക്കുമായിരിക്കും. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ മംഗളപത്രം ഇടവകയായിട്ട് ഇടവക നിർവാഹക സമിതി വകയായിട്ട് ഇവിടെ മുഴുവൻ ആളുകളുടെയും പേരിൽ ഈ മംഗളപത്രം നൽകുകയാണ്. ക്ലാനായ സമുദായത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയും സമുദായ സെക്രട്ടറിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമൊക്കെ ചേർന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് പൊന്നാട അണിയിക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു വേണേൽ അമ്മായിക്ക് എടുക്കാമെന്ന് തോന്നുന്നു.
ഇച്ചിരി അമ്മായി ഒരു നിമിഷം ഇവിടെ വന്നാൽ നല്ല. അമ്മായി ഉണ്ടോ അവിടെ? എന്ത് ചെയ്യും? അച്ഛൻ ഏത് പുരുഷൻ്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടല്ലേ? അപ്പം ബഹുമാനമായിട്ട് അമ്മായി ഒന്ന് എഴുന്നേറ്റ് എവിടാ? ഇത്രയും നാൾ അച്ഛനെ സഹിച്ചതല്ലേ? കം ഒരു മിനിറ്റ് വാ പ്ലീസ്. ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. റോഷൻ മോനെ അത് അച്ഛൻ പരുമ്പോൾ കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൂടി ആളുകൾ ക്ഷമിക്കണം. അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം തരാം. പക്ഷേ അതിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങരുത്. നമ്മുടെ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ച അംഗീകാരമാണ്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ വായിക്കും. എത്രയും വേഗം മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ തിരുമനസ്സുകൊണ്ട് എത്രയും വേഗം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. തിരുമേനി വരും, തീർച്ചയായും വരും. വരുമ്പോഴുള്ള അനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ നടത്തും. മോളെ വായിച്ചോ. ഇന്ത്യൻ ആർമിയിൽ ട്രെയിനിങ് കഴിഞ്ഞ് ലെഫ്റ്റനന്റായി ജോലിയിൽ പ്രവേശിച്ച ലെഫ്റ്റനന്റ് നിഖിൽ ഷാജി എബ്രഹാം മേപ്പാരത്തിന് അവാർഡ് വാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ലെഫ്റ്റനന്റ് നിഖിൽ ഷാജി എബ്രഹാം മേപ്പാരത്ത്. അടുത്തതായി ഇന്റർനാഷണൽ അയൺമാൻ മത്സരത്തിൽ അയൺമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ ജോമി ജേക്കബ് IRS അറയ്ക്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ആളുകളും കൈമത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആഗ്രഹമായിരുന്നല്ലോ അത്. അതിലെല്ലാ ആളുകളും സഹകരിക്കണം. അഥവാ വെള്ളം കുടിച്ചാൽ പോലും തിരിച്ച് പള്ളിയിൽ കയറി വരണം കേട്ടോ, പ്ലീസ്. റാന്നി സെന്റ് തോമസ് വലിയവളുടെ അഭിമാനമായ നിഖിൽ ഷാജിക്കുള്ളതായ അവാർഡ് ഇപ്പോൾ വിതരണം ചെയ്യുക. അടുത്തതായി ഇന്റർനാഷണൽ അയൺമാൻ മത്സരത്തിൽ അയൺമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ ജോമി ജേക്കബ് IRS അറയ്ക്കൽ അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പോൾ അവാർഡ് ഏറ്റുവാങ്ങുന്നതാണ്. അയൺമാൻ്റെ അപ്പനാ. അടുത്തതായി ജൈവ കൃഷിയിൽ കേരള സർക്കാരിന്റെ അവാർഡ് ലഭിച്ച മിസ്റ്റർ റെജി ജോസഫ് കടക്കേത്തിനെ സ്വാഗതം. അടുത്തതായി MG യൂണിവേഴ്സിറ്റിയിൽ കൊമേഴ്സിൽ PhD ലഭിച്ച ഇപ്പോൾ MSHSSൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന ഡോക്ടർ ജെബു ജോസഫ് എടശ്ശേരിയിലെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ പാസ്സായി മിസ്റ്റർ എൽക ആൻഡ്രൂസ് കടപ്പനങ്ങാട്ട് ആൻഡ്രൂസ് അച്ഛന്റെ മകളാണ്. എൽകനെ സ്വാഗതം ചെയ്യുന്നു. ഈടവകയിൽ 2 പേര് MBBS പാസ്സായിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ ഹെന സൂസൻ കുരുവിള കിഴക്കേ മണലേൽ ആൻഡ് ഡോക്ടർ ജേക്കബ് M. എബി മേലേട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 5 ഇയർ ഇന്റഗ്രേറ്റഡ് BCom LLB ഹോണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് റിനുമോൾ റോയ് അഴകത്ത് ചിറകിലിനെ സ്വാഗതം ചെയ്യും. അടുത്തതായി MBBS കരസ്ഥമാക്കിയ ഡോക്ടർ ജേക്കബ് M. എബി മേലേട്ട്. അടുത്തതായി 5 ഇയർ ഇന്റഗ്രേറ്റഡ് BCom LLB ഹോണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് റിനുമോൾ റോയി അഴകത്ത് ചിറൈ. അടുത്തതായി മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആളുകളുടെ പേരാണ് വിളിക്കുന്നത്. മിസ് അച്ചു സ്റ്റീഫൻ മാസ്റ്റർ ഓഫ് സയൻസ് മൈക്രോബയോളജിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. അടുത്തത് മിസ് അന്ന തോമസ്
മാസ്റ്റർ ഓഫ് സയൻസ് കൗൺസിലിംഗ് സൈക്കോളജി വലിയകാലായിൽ. അടുത്തത് മിസ്റ്റർ കെൻ കുര്യൻ ജിബോയി ഉള്ളാട്ടിൽ, MSc ബിഗ് ഡേറ്റ മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെന്റ്. Mrs. Merli Monsi Kunnirikal, Masters of Science, Biomedical Science. Miss May and Miss Nidamol T.S. Tekke Muril, Master of Science, Zoology. ഡിഗ്രി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആളുകളുടെ പേര് വിളിക്കുകയാണ്. എല്ലാവരും സൈഡിലോട്ടൊന്ന് വരണം. മിസ് അക്സ റെജി മല്ലപ്പള്ളിൽ, മിസ് നയന ബിജു മേപ്പാരത്തിൽ, മിസ് അനറ്റ് ഷിനോ മാമൂട്ടിൽ, മിസ് നയന ബിജു പുല്ലമ്പള്ളിയിൽ, ആൻഡ് മിസ് മിക്ക എൽസ എബ്രഹാം കിഴക്കേ വീട്ടിൽ, മിസ് എബൻ കുര്യാക്കോസ് കാവുങ്കൽ, മിസ് സ്റ്റീവ് സജി കുളമടയിൽ, മിസ് ലിലിയ ആൻ തോമസ് ചെറിയമുഴിയിൽ, മിസ് ഐറിൻ ബെൻസി ജോർജ് പരതോടത്തിൽ. First, Miss Aksa Reji Mallapalli. ഈ പേര് വായിച്ചവരെ ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് കടന്നു വരണേ, നിങ്ങൾ ഇടയ്ക്കായിരിക്കുന്നതെങ്കിൽ. Second, Nayana Biju Mepar. Miss Anat Shino Mamutin. Miss Nayana Biju Pullampalli. Miss Mikka Elsa Abraham Kedakke Veetil. Mr. Eban Kuryakos Kavungal. Mr. Steve Saji Kolamadayil. Lilia and Thomas Cheriyamuril. Iron Bensi George Paradodathil. Libu Abraham Kakkuril. അടുത്തത് നിസി ജെയിംസ് അഴകത്ത്, ജെഫി ജിജി വള്ളിക്കാലയിൽ, അടുത്തത് ജിബിൻ ഉണ്ണിക്കുഞ്ഞ് തെക്കേമുറി. ഈ പേര് വിളിക്കുന്നവർ ദയവേദി പെട്ടെന്ന് ഈ സമയം വന്നിരിക്കാമെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. അതിനാണ് ആദ്യമേ പേര് വിളിക്കുന്നത്. അടുത്തത് ഹയർ സെക്കൻഡറി +2 കേരള ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ പേര് വിളിക്കുകയാണ്. മിസ്റ്റർ ആരോൺ സെൻ കുന്നിരിക്കൽ, മിസ്റ്റർ ആൽവിൻ ലൈജു എബ്രഹാം കല്ലുപറമ്പിൽ, മിസ് ഏബൽ ബിജു മൂഴിക്കൽ, മിസ് ലീബ എം സ്റ്റീഫൻ മധുരംകോട്ട്, മിസ് ജിയ റോജി തോട്ടത്തിൽ, ആൻഡ് മിസ് ജോയിസ് ജോസ് തടത്തിൽ. ഫസ്റ്റ് ആരോൺ സെൻ കുന്നിരിക്കൽ, ആൽവിൻ ലൈജു എബ്രഹാം കല്ലൂംപറമ്പിൽ, ഏബൽ ബിജു മൂഴിക്കൽ, ലീബ എം സ്റ്റീഫൻ മധുരംകോട്ട്, മിസ് ജിയ റോജി തോട്ടത്തിൽ, മിസ്റ്റർ ജോയിസ് ജോസ് തടത്തിൽ,
അടുത്തത് +2 CBSEയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആളുകളുടെ പേര് വിളിക്കുകയാണ്. സാനിയ ചിന്നു ബിനോയ് ഉള്ളാട്ടിൽ, മിസ് അഷ്ന ബിജോയ് മുണ്ടുപ്ലാക്കൽ, ജോയൽ എബ്രഹാം ലാഹിയിൽ, ലെവിറ്റ് നോബൽ, സാന്ദ്ര ആൻഡ് ആൽഫ, മിസ് ആഡിയ ആനി, ജെറീന മോൾഷി, സാനിയ ചിന്നു ബിനോയ് ഉള്ളാട്ടിൽ. മിസ് അഷ്ന ബിനോയ് മുണ്ടുപ്ലാക്കൽ. ജോയൽ എബ്രഹാം ലാഹിൽ, ലെവിറ്റ് നോബൽ, ശ്രദ്ധ ആൻഡ് ആൽഫ. ശ്രദ്ധ ആൻഡ് ആൽഫ. ആഡിയ ആനി. ആഡിയ അനി, ജെറീന മോൾ ഷിബു, ജെറീന മോൾ ഷിബു, അലീന മറിയം മോൻസി, ഐഡാനി, ജെറീന മോൾ ഷിബു, അലീന മറിയം മോൻസി, അയന മറിയം അജീഷ് മേട്ടുങ്കൽ, ജോയൽ ABL റിഞ്ചു പള്ളത്ര, ശ്രുതി ആൻഡ് ആൽഫ, അലീന മറിയം മോൻസി, അയന മറിയം അജീഷ്, യോഹാൻ സക്കറിയ അബു, ഏലിയ സക്കറിയ കുരുവിള, യോഹാൻ സക്കറിയ, എൽസ ജേക്കബ് പുത്തമ്പരക്കൽ, ഏലിയാസ് കുരുവിള. നിങ്ങൾ ഈ പേര് വിളിക്കുന്നവർ ഇതിന് സമീപത്തോടെ ഒന്ന് നിന്നാൽ സൗകര്യമായിരുന്നു എല്ലാവർക്കും. എൽസ ജേക്കബ്, നല്ല വാങ്ങിച്ചോ ഒന്ന്. എൽസ ജേക്കബ്, ജോസ്ന മറിയം, അടുത്തത് SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ വളയനാട്ട് ചെല്ലമ്മ മെമ്മോറിയൽ ക്യാഷ് അവാർഡും കൂടി അവർക്ക് കൊടുക്കുന്നതാണ്. ഫസ്റ്റ് മിസ് ജോഹാന മറിയം പുത്തമ്പരക്കൽ, എബ്രഹാം പി അലക്സ് പള്ളിക്കൽ, നിയ കുര്യാക്കോസ് കളരിക്കമുറിയിൽ, ഇത് മാത്രമേ ഉള്ളൂ. എബ്രഹാം പി അലക്സ് പള്ളിക്കൽ, നിയ കുര്യാക്കോസ് കളരിക്കമുറിയിൽ, നിയ കുര്യാക്കോസ് കളരിക്കമുറിയിൽ, എയ്ഡൻ ജിനു എണ്ണയ്ക്കാപ്പള്ളി,
അക്സ സിബി കള്ളിക്കാട്ടിൽ. അക്സ സിബി കള്ളിക്കാട്ടിൽ. ഏബൽ സ്റ്റീഫൻ വളയനാട്ട്. ഏബൽ സ്റ്റീഫൻ വളയനാട്ട്. മിസ് ലീന ജോബി തോമ്പ് മണ്ണിൽ. മിസ് ലീന ജോബി തോമ്പ് മണ്ണിൽ. അക്സ സിബി കള്ളിക്കാട്ട്. മിസ് ലെന ജോബി തോമ്പ് മണ്ണിൽ. മിസ് നേഹ അച്ചു ബിനു കണ്ണങ്കര വടക്കിയതിൽ. നേഹ അച്ചു. ഏബ്രഹാം ഏടിനുണ്ടോ നോക്കി. ഏബ്രഹാം അടുത്തത് നോയ മറിയം പ്രതീഷ്. മേഘ മജ്ലു എളംകാവിൽ. ജോബി. ശ്രദ്ധ ആൻ. ശ്രദ്ധ ആൻ. എൽസു ജേക്കബ്. ഐഡ അനി. ജെഫി ജിജി. അടുത്തതായി കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ടി കെ കുര്യൻ മേപ്പാരത്തിൽ തേക്കാട്ടിൽ ഇടവക സെക്രട്ടറിയെ ക്ഷണിച്ചോളുന്നു. ഹലോ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്ന അഭിമന്യ സമുദായ മെത്രാപ്പോലിത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവരിയോസ് തിരുമേനി, ഇന്ന് ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഇടവക വികാരി റവറൻ ഫാദർ അനൂപ് സ്റ്റീഫൻ, അതുപോലെ തന്നെ ജൂബിലി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർകൾ, അതുപോലെ തന്നെ മെറിറ്റ് അവാർഡ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവറുകൾ, ജ്ഞാനായ സമുദായ സെക്രട്ടറി, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങളെ, ഇടവക നിർവാഹക സമിതി അംഗങ്ങൾ, അസോസിയേഷൻ അംഗങ്ങൾ, ഏറ്റവും സ്നേഹമുള്ള ഇടവക അംഗങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, റാന്നി വെല്ലുവിളിയിൽ ഏത് പ്രോഗ്രാം നടന്നാലും അതിൻ്റെ മുന്നിൽ ഇരിക്കേണ്ട ഒരാൾ നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആറന്നിൽ
ശ്രീ ആലിച്ചൻ. കാര്യം നമുക്കറിയാം ഏത് പ്രോഗ്രാം നടന്നാലും ഇവിടെ വരേണ്ടതാണ്. ആലിച്ചാൻ എനിക്ക് തോന്നുന്നു ബായിക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പഴയ പോലെ ഊർജ്ജസ്വലനായി നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തിൻ്റെ അസുഖത്തെ എത്രയും വേഗം ഭേദപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇനിയും നമുക്ക് ഇവിടെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട റോയ് മാത്യൂസ് കോറപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ റാന്നിയുടെ മണിമുത്താണ് എന്ന് നമ്മളെല്ലാവരും അച്ഛനെ വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വല്യച്ഛനാണ്. നമ്മളിനി വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് അച്ഛനും എനിക്ക് തോന്നുന്നു ഇഷ്ടം. അപ്പോൾ അച്ഛനെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തു എന്ന് അച്ഛൻ പറഞ്ഞു. ശരിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് 2016 ഞാൻ ഇടവക സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് നമ്മുടെ കല്ലറ, നിങ്ങൾക്കറിയാം ആ കല്ലറ എങ്ങനെയാണ് കിടന്നിരുന്നതെന്ന്. അത് ഇന്നത്തെ രീതിയിൽ അതിമനോഹരമാക്കി ഇന്നത്തെ രീതിയിൽ ഭേദപ്പെടുത്തി എടുക്കുന്നതിന് ഏറ്റവും മുഖ്യ റോൾ വഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട റോയച്ചനാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഇടവക കമ്മിറ്റിയുടെ തീരുമാനം ഞാനാണ് ലെറ്റർപാഡിൽ എഴുതി അച്ഛന് അത് ഹാൻഡ് ഓവർ ചെയ്തത്. കാര്യം അതുപോലെ വെല്ലുവിളിയെ സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും സീനിയർ വൈദികനെ നമ്മൾ എത്ര നന്ദി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് വാക്കുകളില്ല. പിന്നെ അച്ഛനെ സംബന്ധിച്ച് നമുക്കറിയാം അച്ഛൻ രോഗബാധിതനായിരുന്നു. ആ അവസ്ഥയിൽ നിന്നൊക്കെ അതിശക്തമായി ദൈവം തമ്പുരാനെ അച്ഛനെ നടത്തി. ഇത് ഈ രോഗത്തിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അച്ഛന് വന്ന അതേ കാലഘട്ടത്തിലാണ് എൻ്റെ വൈഫും രോഗബാധിതയായത്. അന്ന് എൻ്റെ വൈഫിനെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത ഒരു ആളായിരുന്നു ബഹുമാനപ്പെട്ട റോയ് അച്ഛൻ. അത് ഈ അവസരത്തിൽ പറയാതിരിക്കുന്നത് എനിക്ക് തന്നെ വലിയൊരു സങ്കടമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഓക്കെ, ഇനിയും പിന്നെ അടുത്തായിട്ട് ഒരു കാര്യം കൂടി പറയുന്നു. നമ്മുടെ മെറിറ്റ് അവാർഡ് ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ്. മെറിറ്റ് അവാർഡിന് നമ്മുടെ കുട്ടികൾ IAS, IRS, IFS ഇങ്ങനെയുള്ള സിവിൽ സർവീസ് പരീക്ഷകളുണ്ട്. അപ്പോൾ അതിൽ കൂടി അവരെ ഒന്ന് വേണ്ട മോട്ടിവേഷൻ കൊടുത്ത് ഈ ടെസ്റ്റുകളൊക്കെ പാസ്സാക്കി, നമുക്കറിയാം ഒരു കളക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പദവിയുടെ അന്തസ്സത്ത എന്താണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഞാൻ ഓർപ്പിച്ചതാണ്, ജില്ലാ കളക്ടറാണ് ഇവിടെ വന്ന് കുട്ടികൾക്ക് മൊമെൻറ്റോ കൊടുത്തത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്, നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതേ രീതിയിൽ കൂടിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്നതിന് നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. കാര്യം നമ്മൾ വേണം അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കാൻ. ഇന്നെല്ലാവരും +2 10th കഴിയുമ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരത്തക്ക രീതിയിൽ ഈ മേഖലകൾ കൂടി നമ്മുടെ കുട്ടികളെ വിടാൻ തക്കവണ്ണം നിങ്ങളെ പ്രത്യേകം അതിൽ വളരെ ഉത്സാഹം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് നമുക്ക് അറിയാം, നമ്മുടെ സമുദായ മെത്രാപ്പോലീത്ത അഭിവന്യ കുര്യാക്കോസ് മാർ സേവ്യറിയോസ് തിരുമേനിയായിരുന്നു. തിരുമേനി ഇന്ന് അഞ്ചാനിയിലാണ് കുർബാന അർപ്പിക്കാൻ പോയത്. പക്ഷേ അവിടെ എന്തോ സാങ്കേതിക കാരണത്താൽ കൃത്യസമയത്ത് അത് തീർന്നില്ല. അതുകൊണ്ടാണ് തിരുമേനി വരാനായിട്ട് താമസമെടുത്തത്. എന്നിരുന്നാലും അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്ന തിരുമേനിയെ നമ്മുടെ ഇടവകയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ഇടവക വികാരി അനൂപ് സ്റ്റീവൻ അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇപ്പം തന്നെ നമ്മുടെ ജ്ഞാനായ സംഗമം അവിടെ നടക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഈ പ്രോഗ്രാമും. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അച്ഛൻ ഇടവക നിർവാഹക സമിതിയോടൊപ്പം നിന്ന് ഇടവകയുടെ പുരോഗതിക്കായി നല്ലതുപോലെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണ് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ തുറന്ന മനസ്സോടുകൂടി ഞാനിത് പറയുകയാണ്. ഇന്ന് ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ഇടവക വികാരി റവറൻഡ് ഫാദർ അനൂപ് സി സ്റ്റീവന് ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ജൂബിലി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകൾ. നമുക്കറിയാം മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ജോലി തിരക്കാണ്. ഈ ജോലി തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ വന്ന് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകൾക്കും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മെറിറ്റ് അവാർഡ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. നമുക്കറിയാം
കാര്യം മിനിസ്റ്റേഴ്സാണ്, ഇവർക്കൊക്കെ നിന്ന് തിരിയാനുള്ള നേരമില്ല. വന്നു നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അനുഭവത്തോടു കൂടിയാണ് ആ മെറിറ്റ് അവാർഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് പോയത്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ ഈ ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാമെന്ന് ഏറ്റിരുന്ന ശ്രീ ആൻ്റണി MP ആണ്, വരാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ജനീഷ് കുമാർ MLA, കോന്നി MLA ആണ്. അച്ഛനുമായിട്ടൊക്കെ വളരെ ഏറ്റവും അടുത്ത് പഴകി, അതുപോലെ തന്നെ പ്രത്യേകിച്ച് റോഷനുമായിട്ടൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നല്ല ആശംസാ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട കോന്നി MLA ശ്രീ ജനീഷ് കുമാർ അവരുടെയും വെല്ലുവിളി ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമുദായ സെക്രട്ടറി, ധീരനായ സമുദായ സെക്രട്ടറി, നമുക്കറിയാം സമുദായം ഏത് രീതിയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സമുദായത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സമുദായ സെക്രട്ടറി ശ്രീ ടിഒ എബ്രഹാം അവരുടെയും റാന്നി വെല്ലുവിളി ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായ നമ്മുടെ പ്രിയപ്പെട്ട രാജു എബ്രഹാം XMLA, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഔപചാരികരുടെ പേരിൽ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട റോയിച്ചൻ്റെ പ്രിയ മകൻ റോഷൻ റോയ് മാത്യു മുൻ PSC മെമ്പർ റോഷനെയും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മുൻ സമുദായ സെക്രട്ടറി പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കൽ പ്രസാദ് സാറിനെയും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇടവക ട്രസ്റ്റി ശ്രീ ബിച്ചു ഐക്കാട്ടുമണ്ണിൽ, അതുപോലെ തന്നെ പൊന്നാട അണിയിച്ച് ആദരിച്ച നമ്മുടെ സ്മിജു മറ്റക്കാട്ട്, അതുപോലെ തന്നെ നമ്മുടെ കല്ലുകുളം അച്ഛൻ സമുദായ സെക്രട്ടറി, ഇവർക്ക് വേണ്ടി ഇവരൊക്കെയും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നന്ദി അറിയിക്കാൻ നമ്മുടെ റോയ് മാത്യൂസ് കോറപ്പിസ്കോപ്പ അച്ഛന് നന്ദിയുടെ കാര്യമൊന്നുമില്ല. കാര്യം അച്ഛൻ നമ്മുടെ പള്ളിയുടെ ഭാഗമാണ്. അച്ഛൻ്റെ ഈ അവസരം ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. അച്ഛൻ 50ാമത് പൗരോഹിത്യ ജൂബിലിയാണ് ആഘോഷിച്ചത്. തീർച്ചയായിട്ടും 60ാം വാർഷികം, പൗരോഹിത്യത്തിൽ 60ാം വാർഷികം ആഘോഷിക്കാൻ ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവകയുടെ നന്ദിയും അച്ഛനെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ 32 വർഷം സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ച സുവിശേഷകൻ ശ്രീ PC ജോസഫ് പുത്തമ്പരിക്കൽ, നമുക്ക് അറിയാം വളരെ കാലമായിട്ട് നമ്മുടെ ഇടവകയിലെ സൺഡേ സ്കൂളിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ PC ജോസഫ് പുത്തമ്പരിക്കലിനും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവക നിർവാഹക സമിതി അംഗങ്ങൾ, അസോസിയേഷൻ അംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു വൈദികർ, പ്രത്യേകിച്ചും കുളമട അച്ഛനുണ്ട്, മേലേക്കുറ്റ അച്ഛൻ, ഈ എല്ലാ വൈദികർക്കും, കല്ലുകുളം അച്ഛൻ, എല്ലാ ബഹുമാന്യരായ വൈദികർക്കും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതിലുപരി ഇന്ന് നമ്മുടെ അവാർഡ് ഏറ്റുവാങ്ങിയ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായി, 2 പേര് MBBS പാസ്സായി, പിന്നെ ഒരാൾ അയൺമാൻ, നമുക്കറിയാം ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനാണ്, പിന്നെ ഒരാൾ PhD പാസ്സായി. അങ്ങനെ ഇന്ന് അവാർഡ് കൈപ്പറ്റിയ നമ്മുടെ എല്ലാവരെയും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതിലുപരി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ഇടവകങ്ങളെയും റാന്നി വെല്ലുവിളി ഇടവകയുടെ പേരിലും നിർവാഹക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു നിർത്തുന്നു.